स्वस्ति न इन्द्रो वृद्धश्रवाः स्वस्ति न पूषा विश्ववेदाः स्वस्ति नस्ताक्ष्यो वरिष्ठनेमिः स्वस्ति नो बृहस्पतिर्दधातु। ॐ शान्ति शान्ति शान्तिः। ॐ प्रज्ञानां सुप्रदानैः स्थिरगरनिकरव्यापिभिर्व्याप्य लोकान् भुक्त्वा भोगान् स्थविष्ठान् पुनरभिधिषणोद्भासितान् कामदुन्यान् पीत्वा सर्वान् विशेषान् सुविधिमधुरभुं मायया भोजयन्नो मायासङ्ख्यादुरीयं परमामृतम् अजं ब्रह्मयत्तं तोऽस्मि। यो विश्वात्मा विधिजविषयान् वास्य भोगान् स्थविष्ठान् पश्चाच्चान्यान् स्वमधिविभवान् ज्योतिषा स्वेन सूक्ष्मान् सर्वानेतान् पुनरभिशनैः स्वात्मनि स्थापयित्वा हित्वा सर्वान् विशेषान् विगतगुणगणः पार्थसो नस्तुलीय। ओमित्येतदक्षरमिदं सर्वं तस्योपव्याख्यानं भूतं भवद्भविष्यदिति सर्वमोङ्कारेव यच्चान्यत्रिकारातीतं तदप्योङ्कारेव। सर्वं ह्येतद्ब्रह्मायमात्मा ब्रह्म सोऽयमात्मा चतुष्पाद यावैतस्थानो बहिष्प्रज्ञः सप्ताङ्ग एकोनविंशतिमुखः स्थूलभुक् वैश्वानरप्रथमः पादः। स्वप्नस्थानं तत्प्रज्ञः सप्ताङ्ग एकोनविंशतिमुखः प्रविविक्तभुक्तैजसो द्वितीयः पादः। सुप्तो मगञ्जनकामङ्गामयते मगञ्जनस्वप्नं पश्यति सुषुप्तं सुषुप्तस्थानैकीभूतप्रज्ञानगणैवानन्दमयो ध्यानमुखप्राज्ञस्तृतीयः पादः। एष सर्वेश्वर एष सर्वज्ञ एषोऽन्तर्यामी एष योनि सर्वस्य प्रभाप्यैः भूतानां। बहिष्प्रज्ञो विभुर्विश्वो ह्यन्तःप्रज्ञस्तु तैजसः घनप्रज्ञस्तथा प्राज्ञः एक एव कृता स्मृतः. മൂന്ന് ഇത്രയും വരെ ഉപനിഷത്തായിരുന്നു. ഇനി ഉപനിഷത്തിൻ്റെ ഒരു കാരിക ഗൗഡപാദര് ശിവമഹർഷിയുടെ നേരെ ശിഷ്യനാണ്. ശിവമഹർഷി വ്യാസം ശിവം ഗൗഡപാദാചാര്യരാണ് ഇതിന് കാരിക എഴുതിയിരിക്കുന്നത്. കാരിക എന്ന് പറഞ്ഞാൽ വളരെ വിസ്തരിച്ച എല്ലാ പൂർവക്ഷങ്ങളും ഒക്കെ പറഞ്ഞ് പിന്നെ അത് വരാവുന്ന പൂർവക്ഷരം പറഞ്ഞ് അതിനുള്ള സമാധാനം പറയാനാണ് കാരിക എന്നത്. വളരെ വിസ്തരിച്ചതാണ്. ആ കാരിക ഗൗഡപാദസ്വാമി എഴുതി പരപക്ഷത്തെയൊക്കെ തള്ളി എല്ലാത്തിനെയും അതിനെല്ലാം സമാധാനം പറഞ്ഞ് എഴുതിയിരിക്കുന്ന ഒരു വ്യാഖ്യാനമാണ് ഈ കാരിക. കാരികയിലെ ആദ്യത്തെ ശ്ലോകമാണ് ബഹിഷ്പ്രജ്ഞോ വിഭുർവിശ്വോ യന്തഃപ്രജ്ഞസ്തു തൈജസ ഘനപ്രജ്ഞസ്തഥാ പ്രാജ്ഞ ഏക ഏവ ത്രിധാ സ്മൃത. ബഹിഷ്പ്രജ്ഞഃ വിഭുഃ വിശ്വഃ ഹി അന്തഃപ്രജ്ഞഃ തു തൈജസഃ ഘനപ്രജ്ഞഃ തഥാ പ്രാജ്ഞഃ ഏക ഏവ ത്രിധാ സ്മൃതഃ. നേരത്തെ പറഞ്ഞാണ് എൻ്റെ ഈ ബഹിഷ്പ്രജ്ഞോ ബഹിഷ്പ്രജ്ഞനാണ് ഇതെല്ലാം നേരത്തെ പറഞ്ഞാണല്ലോ. ഗൗഡപാദരെടുത്ത് അതിനെ വ്യാഖ്യാനിക്കുന്നതാണ് പിന്നീട്. ബഹിഷ്പ്രജ്ഞോ വിഭുർവിശ്വോ വിശ്വൻ എന്ന് പറയുന്നത് ജാഗ്രത അവസ്ഥയിൽ സ്ഥൂല വിഷയങ്ങളെ അറിഞ്ഞ് ഈ വേദാന്തം എന്ന് പറയുന്നത് എല്ലാവർക്കും നമുക്ക് ഞാനെന്ന ലഭിക്കുന്നുണ്ട്. ഞാനെ ആരെങ്കിലും കണ്ടിട്ടുണ്ട്.
നമ്മളെന്നെ ഇതൊക്കെ ഞാനാണ്, എൻ്റെ ശരീരമല്ലേ. അപ്പം അങ്ങനെ ഞാൻ മാത്രം, മറ്റൊന്നിൻ്റെയും സ്പർശമില്ലാതെ ഞാൻ മാത്രം, അതിൻ്റെ സ്വരൂപം എന്താണ് എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ചിന്താഗതികളാണ് ഇതിൻ്റെ അകത്തുള്ളത്, വേദാന്തമുള്ളത്. അപ്പം ഇതിൻ്റെ അകത്ത് ഓരോന്നിനെ നമ്മൾ പഞ്ചദശി പറയുന്നത് കടോപനിഷത്തിലുണ്ട്. യഥാ ഒരു ഇതിൽ നമ്മളെങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് ഈ യഥാ മുഞ്ചാത് ഇഷീകൈവം തഥായുക്തിയാ തഥാവിധം. മുഞ്ചപ്പില്ലെന്ന് പറയുന്നത് ഇതിൻ്റെ ഈക്കിൽ വേണ്ട അതിൻ്റെ അകത്തൊരു സാധനമുണ്ട്. നമ്മൾ ചെമ്പരത്തി പൂവിൻ്റെ ഒക്കെ എടുത്ത് നിൽക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ വേറുമ്പോഴായിരുന്നു. അതുപോലെ ഒരു നൂല് പോലൊരു സാധനം ഇഷികയ്ക്കകത്ത് ഈ മുഞ്ചപ്പിലിനകത്തുണ്ട്. അതാണ് ഇഷിക എന്ന് പറയുന്നത്. ആ ഇഷിക കൊണ്ടാണ് മേഖല കിട്ടുന്നത്. ബ്രഹ്മചര്യം സ്വീകരിക്കുന്ന ഒരു സമയമുണ്ടല്ലോ, ഇങ്ങനെ ഒരു ബ്രഹ്മചാരികൾ ഇഷിക കിട്ടണം. അവർക്ക് ഓരോ ഈ യൂണിഫോം ഒക്കെ ഉണ്ട്, ഇഷിക കൊണ്ട് ഇങ്ങനെ കിട്ടണം. ആ ഇഷിക എടുക്കേണ്ടത് എങ്ങനെയാണ്? വളരെ ശ്രദ്ധിച്ച് ഇഷിക പുല്ല് ഇങ്ങനെ ഇടത്തി അതിൻ്റെ അകത്തുനിന്ന് കുത്തിക്കാതെ ആ നൂലെടുക്കണം. അപ്പോൾ യഥാമുഞ്ചാതെ ഇഷികയോ ഇപ്രകാരമാണ് മുഞ്ചപ്പുല്ലിൽ നിന്ന് ഇഷികയെ എടുക്കുന്നത്. യുക്തിയാ തഥാവിധം. അതുകൊണ്ട് യുക്തി കൊണ്ട് എപ്രകാരം മുഞ്ചപ്പുല്ലിൽ നിന്നും ഇഷിക വളരെ ശ്രദ്ധിച്ച് പൊട്ടിക്കാതെ എടുക്കുന്നു, അതേപോലെ വളരെ ശ്രദ്ധിച്ച് നമ്മളെ നല്ലതുപോലെ നമ്മുടെ എല്ലാ അനുഭവങ്ങളെയും വിശകലനം ചെയ്ത് അതിൽ നിന്ന് എന്താണ് തൻ്റെ ഞാൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്, ഞാൻ ആരാണ്, അതിനെ കണ്ടുപിടിക്കുക. അതാണ് വേദാന്തം എന്ന് പറയുന്നത്. വേദാന്തം എന്ന് പറഞ്ഞാൽ അറിവിൻ്റെ അന്തമെന്നാണ് അർത്ഥം. അത് കഴിഞ്ഞൊരു അറിവില്ല. ഇവിടെ ആദ്യം നമ്മളെന്താ കാണുന്നത്? ആദ്യം പറഞ്ഞു, രണ്ടെണ്ണം പറഞ്ഞു. ഓംകാരം, അക്ഷരം. ഓംകാരം അതായത് ഈ ജീവൻ, അക്ഷരം, ഈ രണ്ടിനെ എടുത്തിട്ടാണ് ഇവിടെ പരാമർശിക്കുന്നത്. ജീവൻ, ജീവൻ, ഞാനിപ്പം ഞാനെന്നുള്ള രീതിയിൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ജീവനും ഈശ്വരനും. നമുക്കൊരു സൃഷ്ടിയല്ല. എന്ത് നമ്മളിവിടെ കാണുന്നതും സൃഷ്ടിക്കപ്പെടുന്നതായിട്ടാണ് കാണുന്നത്, അല്ലാതെ ഒന്നും ഉണ്ടാകുന്നില്ല. അതല്ലാതെ ഒന്നിനെ നമ്മൾ കാണുന്നില്ല. എന്ത് സൃഷ്ടിക്കപ്പെട്ടു? അപ്പോൾ ആരാണ് സൃഷ്ടിച്ചത് നമ്മൾ ചോദിച്ചാലേ, ആരാണ് സൃഷ്ടിച്ചത്? ആദ്യം സൃഷ്ടിച്ചത് ആരാണ്? ഇപ്പോൾ എന്നെ സൃഷ്ടിച്ചു, ആ അച്ഛനമ്മയെ സൃഷ്ടിച്ചു, അവരുടെ അച്ഛനമ്മ, ഇങ്ങനെ പോകുമ്പോഴേ അപ്പോൾ അങ്ങനൊരു സൃഷ്ടി എങ്ങനെ ഉണ്ടായി? ഇതിൻ്റെ ആദ്യം എന്താണ്? ഇങ്ങനെ അങ്ങനെ ചിന്തിച്ചാണ് ഈ വേദാന്ത തത്വം ആവിഷ്കരിച്ചിട്ടുള്ളത്. ഇത് വളരെ നമ്മൾ പലരും പറയുന്നില്ലേ ഇതൊന്നും ശരിയല്ല, ഇതൊക്കെ തെറ്റാണ്, അങ്ങനെയാണ്. പക്ഷേ ഇത്രയും സയൻറ്റിഫിക്കായിട്ടുള്ള ഒരു ശാസ്ത്രം വേറെ ഇല്ല ഈ വേദാന്തം പോലെ. നമ്മൾ സയൻസ് പഠിച്ചവർക്കൊക്കെ അന്വേഷിച്ച് അവരൊക്കെ നല്ലപോലെ ചിന്തിച്ച് നോക്കിയറിയാം. ഇത്രയും സയൻറ്റിഫിക്കായിട്ട് കാര്യങ്ങൾ അനലൈസ് ചെയ്തിട്ടുള്ള, അതും വെറുതെ അങ്ങ് വരികയല്ല, ഇവർ പരിഷത്ത് നടത്തി അതിൻ്റെ അകത്ത് ചർച്ചകൾ ചെയ്ത് നല്ലതുപോലെ വിശകലനം ചെയ്തെടുത്തിട്ടുള്ള തത്വമാണ് ഈ വേദാന്ത തത്വം. അവിടെ തുടങ്ങുന്നത് എങ്ങനെയാണ്? നമ്മളെങ്ങനെയാണ് ഈ തുടങ്ങുന്നത്? നമ്മൾ ആദ്യം തന്നെ ഈ പ്രപഞ്ചമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാനെന്നൊരാൾ, ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിങ്ങനെ ഉണർന്നിരിക്കുന്നു, കുറേ കാര്യങ്ങൾ ചെയ്യുന്നു, കുറേ ആഹാരം കഴിക്കുന്നു, പിന്നെ കിടക്കാൻ കിടന്നുമ്പോൾ ചിലപ്പോൾ സ്വപ്നം കണ്ടെന്നിരിക്കും, പിന്നെ ഉറങ്ങും. പിന്നെ 3 അവസ്ഥകളാണല്ലോ നമുക്കുള്ളത്. അപ്പം നമ്മെ പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ ഈ അവസ്ഥകളെ നമ്മളൊന്ന് അനലൈസ് ചെയ്യും. ഈ അവസ്ഥകൾ നമ്മൾ എന്തൊക്കെയാണ് ഈ അവസ്ഥ? ഇപ്പം ഈ ഉണർന്നിരിക്കുന്ന അവസ്ഥ എന്താണ്? ഇപ്പം ഈ ശരീരം ഞാനാണെന്ന് അഭിമാനിച്ച് ശരീരത്തിന് വെളിയിലുള്ള ഭോഗങ്ങളെ, പല വസ്തുക്കളെ അറിഞ്ഞ് അതിലെ പ്രവർത്തിച്ച് അതിലെ സുഖദുഃഖങ്ങൾ അനുഭവിക്കും. അതാണ് ജാഗ്രത അവസ്ഥ. അപ്പോൾ അങ്ങനെ നോക്കുമ്പം ബഹിഷ്പ്രജ്ഞവും വിഭ്രുവിശ്വവും. അപ്പം അങ്ങനെ ബഹിഷ്പ്രജ്ഞനായി, അതായത് ബാഹ്യവിഷയങ്ങളെ അറിഞ്ഞ് അതിനെ അനുഭവിച്ച് അതിൽ നിന്നും സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്ന ആ ജീവൻ്റെ പേരാണ് വിശ്വൻ. ജാഗ്രത അഭിമാനിയായ പുരുഷൻ. ഒരു ജീവൻ എന്ന് പറഞ്ഞാൽ ജീവന് 3 അവസ്ഥയുണ്ട്.
ആ മൂന്നവസ്ഥയും കൂടെ അല്ല. ഈ ജാഗ്രത അഭിമാനിയായ പുരുഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പം നമ്മളെന്താണ് ചെയ്യുന്നത്? അതായത് ഉണർന്നിരുന്നു പലതും കാണുക, പലതും പ്രവർത്തിക്കുക, അങ്ങനെ ചെയ്യുന്നതാണ് നമ്മുടെ ബഹിഷ്പ്രജ്ഞനായിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ബഹിഷ്പ്രജ്ഞൻ ആരാണ്? വിഭുവാണ്. വിഭു എന്ന് പറഞ്ഞാൽ എന്താ? വിശേഷേണ ഭവിച്ചത്. അപ്പോൾ വിശേഷേണ ഈ പ്രപഞ്ചമായി തീർന്നവനാണ് വിഭു. അപ്പോൾ ഈ പ്രപഞ്ചമായി കാണുന്ന ഈ വിശേഷ പ്രപഞ്ചമായിട്ട് കാണുന്ന ആണ് ഈ വിഭുവായിട്ടിരിക്കുന്ന വിശ്വം. എന്താണ് വിഭു എന്ന് പറയാൻ കാരണം? നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഈശ്വരൻ്റെ ഒരു ശരീരം നിശ്ചയിച്ചിട്ടുണ്ട്, യജ്ഞശരീരം. അതായത് ഭഗവാന്റെ ആ ഈശ്വരൻ്റെ ശിരസ് ദ്വിലോകമാകുന്നു. എല്ലാം അങ്ങനെ തെളിഞ്ഞ് പ്രകാശിച്ച് നിൽക്കുന്ന ഒരു സ്ഥലമാണല്ലോ. ചന്ദ്രൻ, സൂര്യൻ, നക്ഷത്രം എല്ലാം പ്രകാശിച്ചിരുന്ന ജ്യോതിർഖണ്ഡം എന്നൊരു പേരുണ്ട് ശിരസിന്. അപ്പോൾ ആ ജ്യോതിസ്വരൂപമായിട്ടിരിക്കുന്ന ആ സ്ഥാനമാണ് ശിരസ്. അപ്പം ശിരസ്. പിന്നെ മുഖം എന്ന് പറയുന്ന അഗ്നിയാണ്. കാരണം ഈ യജ്ഞത്തിലൊക്കെ ആഹാരം ഹവിസിട്ട് കൊടുക്കുന്നത് അഗ്നിയിലേക്കാണ്. അതുകൊണ്ട് ഈശ്വരൻ്റെ മുഖം അഗ്നിയാണെന്ന് പറയും. പിന്നെ പഞ്ചഭൂതങ്ങളാണ്. അതായത് ആകാശം എന്ന് പറയുന്ന വിരാട് പുരുഷൻ്റെ മധ്യഭാഗവും, വായു പ്രാണനും, അഗ്നി സൂര്യൻ കണ്ണുകളും, വിരാട് പുരുഷൻ്റെ കണ്ണുകളും, ജലം മൂത്രസ്ഥാനവും, പാദം പൃഥ്വിയുമാണ്. അപ്പോൾ ഇങ്ങനെ പഞ്ചഭൂതങ്ങളും ദ്വിലോകവും ഇതെല്ലാം ചേർന്നാണ് ആ ഈശ്വരൻ്റെ ശരീരം. ആ സ്ഥൂല ശരീരം, അത് വിരാട്. ആ വിരാട്ടാണ് നമ്മളിപ്പം ഞാനെന്നിപ്പോൾ എന്നെ അഭിമാനിക്കുന്നു. ഈ ഒരു അഹങ്കാരവൃത്തി ഇല്ലെങ്കിൽ എന്തായിരിക്കും? ഇപ്പം ഞാനെന്ന് പറയുന്നതിൻ്റെ ഒരു അഹങ്കാരവൃത്തിയില്ല, മനസ്സിൻ്റെ അഹങ്കാരവൃത്തി കൊണ്ടാണല്ലോ ഞാനെന്നൊരു ബുദ്ധി വരുന്നത്. ആ അഹങ്കാരബുദ്ധി ഇല്ലെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അനുഭവം? എല്ലാം നമ്മൾ അറിയുന്നുണ്ട്, പക്ഷേ ഞാനെന്നൊരെണ്ണം നമ്മുടെ ശരീരത്തിലില്ല എന്നത്. അപ്പോൾ അതാണ് വിരാട്ട്. ഈ സമഷ്ടിയായിട്ടാണ് നമ്മൾ അറിയുന്നത്, അല്ലേ? അപ്പോൾ അത് വിരാട്ടായിട്ട് തന്നെയാണ് അറിയുന്നത്. അതുകൊണ്ടാണ് ഈ വിരാട്ടിനെയും വിശ്വനെയും ഒരുപോലെ ഇവിടെ കണ്ടിരിക്കുന്നത്, ഒരുപോലെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ബഹിഷ്പ്രജ്ഞോ വിഭു വിശ്വൻ വിഭുവായ വിശ്വൻ ബഹിഷ്പ്രജ്ഞനാകുന്നു. വെളിയിലുള്ള വിഷയങ്ങളെ അറിഞ്ഞ് അനുഭവിക്കുന്നത് നമ്മൾ ജാഗ്രത അനുഭവം വരുന്ന നമ്മൾ എന്താണ് ചെയ്യുന്നത്? അത് ബഹിഷ്പ്രജ്ഞോ വിഭു വിശ്വ. അന്തഃപ്രജ്ഞസ്തു തൈജസ. അന്തഃപ്രജ്ഞനാണ് തൈജസ്. അതായത് വെളിയിലോട്ട് പോകുന്നില്ല മനസ്സ്, ശരീരത്തിനകത്ത് തന്നെ നിൽക്കുക. അവിടെ നിന്നിട്ട് അനേക വിഷയങ്ങൾ അറിയുന്നു. ഇതുപോലെ സപ്താംഗനാണ്, ഏകോപനിഷദ്മുഖനാണ്. അങ്ങനെ ഇരുന്നിട്ട് എല്ലാ വിഷയവും ജാഗ്രതത്തിൽ അറിയുന്ന പോലെ തന്നെ എല്ലാ വിഷയം. അവിടെ ഒരു ശരീരമുണ്ട്, ഒരു സ്വപ്ന ശരീരമുണ്ട്. ആ സ്വപ്ന ശരീരത്തിലിരുന്ന് എല്ലാ വിഷയങ്ങളെയും അറിയുക. അതാണ് തൈജസ്. അത് അന്തഃപ്രജ്ഞനാകുന്നു, അതായത് ഉള്ളിലേക്ക് പോകുന്നത്. സോ തൈജസ. ഘനപ്രജ്ഞസ്തഥാ പ്രാജ്ഞ. ഇവിടെ ഈ ജാഗ്രതത്തിനും അനേക വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ അറിയുന്നുണ്ട്. അതുപോലെ സ്വപ്നത്തിനും അറിയുന്നുണ്ട് അനേക വിശേഷങ്ങളെക്കുറിച്ച്. അതേസമയം ഉറങ്ങുമ്പോൾ നമ്മൾ ഒന്നും അറിയുന്നില്ല. അപ്പോൾ ഘനപ്രജ്ഞാണ്. ഘനപ്രജ്ഞ എന്ന് പറഞ്ഞാൽ ഘനം ഉപയോഗിക്കുന്നത് അത് മാത്രമേ ഉള്ളൂ എന്നുള്ളപ്പോഴാണ് ഘനം എന്ന് പറയുന്നത്. അതായത് എല്ലാം പ്രാണനായിട്ട് ലയിച്ചിരിക്കുകയാണ്, സമഷ്ടി പ്രാണൻ ലയിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. അതിനെക്കുറിച്ച് പുസ്തകത്തിൻ്റെ ഭാഷ്യത്തിൽ പറയാം. അപ്പോൾ എല്ലാം ഇങ്ങനെ ലയിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് ഘനപ്രജ്ഞ. അവിടെ നമ്മുടെ ഇതൊന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ല, എല്ലാം അവിടെ തന്നെയുണ്ട്. നമ്മളിപ്പോൾ ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞ് എഴുന്നേറ്റ് വരുമ്പം ഒരു കുഴപ്പമില്ലെന്നും എന്ത് തെറ്റ് ചെയ്താലും ഉറങ്ങി ഉണരുമ്പോൾ മാറുമെന്നൊക്കെയല്ലേ ഉള്ളൂ. ഒന്നും എങ്ങും പോകുന്നില്ല. അത് അതിസൂക്ഷ്മഭാവത്തിൽ പ്രാണഭാവത്തിൽ ഇരിപ്പുണ്ട്. അവിടെ നിന്ന് വരുമ്പോൾ അതിങ്ങോട്ട് വരും. നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ ബൃഹദാരണ്യത്തിൽ പഠിച്ചത് അദ്ദേഹം ആയിട്ടൊരു സംഭാഷണം ഉണ്ടല്ലോ, യാജ്ഞവൽക്യന്. അപ്പോൾ അവർ ആ സംസാരത്തിൽ അവർ പറയുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാ കർമ്മമാണ് നിയന്ത്രിക്കുന്നത്. എന്ത് കർമ്മമാണോ നമ്മൾ ചെയ്യുന്നത്, ചെറിയതായാലും വലുതായാലും മാനസികമായാലും പുണ്യമായാലും പാപമായാലും, പ്രപഞ്ചത്തെ നമ്മളെ ഓരോ അനുഭവത്തെയും പൂർണ്ണമായിട്ട് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കർമ്മം തന്നെ.
നമ്മളൊരു കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം അനുഭവിക്കാതെ പോകത്തില്ല. അതുപോലെ ഒരു കർമ്മം നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ഫലം ഒരിക്കലും അനുഭവിക്കുകയുമില്ല. ചെയ്യാത്ത കർമ്മത്തിൻ്റെ എന്താണ് കൃതനാശകം, അകൃതാഭ്യാഗം, കൃതനാശം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നശിക്കത്തില്ല. ഇതേ നിങ്ങളൊന്നും ചെയ്യുന്ന കമ്പ്യൂട്ടർ പോലെ ഇല്ല അവിടുത്തെ കമ്പ്യൂട്ടർ. അവിടെ ഒരിക്കലും ഒരു മിസ്റ്റേക്ക് വരത്തില്ല. അതവിടെ ഉടനെ റെക്കോർഡ് ചെയ്യും. അതിൻ്റെ ഫലം ഇന്ന സമയത്ത് ഇന്ന പോലെ അനുഭവിക്കണമെന്നും അത് അനുഭവിച്ചേ തീരുള്ളൂ. അതുപോലെ ആകൃതാഭ്യാഗം, നമ്മൾ പറയുമ്പോൾ ഞാൻ ഒരു തെറ്റും ചെയ്തില്ല, എനിക്കിങ്ങനെ അനുഭവിക്കേണ്ടി വന്നില്ല നമ്മൾ പറയാറുള്ളതാണ്. പക്ഷേ ഭഗവാൻ അത് സമ്മതിക്കത്തില്ല. ഭഗവാൻ നമ്മുടെ ശാസ്ത്രം അത് സമ്മതിക്കത്തില്ല. ശാസ്ത്രം പറഞ്ഞിരിക്കുന്നത് കൃതനാശം ഒരിക്കലും ഉണ്ടാകത്തില്ല. അതുപോലെ ആകൃതാഭ്യാഗം, ചെയ്യാത്തതിൻ്റെ വരവ്, ചെയ്യാത്ത കർമ്മത്തിൻ്റെ വരവും വരും. ഞാനൊരു കഥ പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ പറഞ്ഞൊരു കഥ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. ഒരു മനുഷ്യൻ അങ്ങോട്ട് പോകുമ്പം ഒരു കൊല നടന്നു. അപ്പോൾ ഒരാളെ പിടിച്ച് ജയിലിട്ടു. എൻ്റെ അച്ഛൻ്റെ കാലം. അപ്പം ഇയാൾ വാസ്തവത്തിൽ ആ കൊല ചെയ്ത ആളല്ല, അവർക്കെല്ലാം അറിയാതെ. അപ്പോൾ ഇവർ കാണാൻ പോയി ജയിലിൽ ഇയാൾ. അപ്പോൾ ഇയാൾ പറഞ്ഞു എനിക്കിത് കിട്ടേണ്ടത് തന്നെയാണ്, കാരണം ഞാനിപ്പോൾ കൊന്നിട്ടില്ല. പക്ഷേ ഒരിക്കലും ഇയാൾ ഇങ്ങനെ അങ്ങോട്ട് നടന്നു പോകുമ്പോൾ ഇയാൾ ഒരു ശത്രുവിൻ്റെ മോന് ഒരു കിണറ്റിലിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നു. കൊച്ചിനെ തള്ളി അതിൻ്റെ അകത്തോട്ട് ഇട്ടേച്ചു. ആരും വരുന്നില്ല. കൊച്ചു കളിച്ച് പോയതാണെന്നാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷേ വാസ്തവത്തിൽ ഇയാൾ തള്ളിയിട്ടതായിരുന്നു. അതിൻ്റെ ഫലം എനിക്കിങ്ങനെ വന്ന് ഇപ്പം എപ്പോഴാണെങ്കിലും അത് വന്ന് ആ കാലദേശങ്ങൾ ഒത്തുവരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമുക്കത് അതിൻ്റെ ഫലം വന്നിരിക്കും. അന്ധപ്രജ്ഞസ്തു തൈജസ ഘനപ്രജ്ഞ, അതാണ് നമ്മൾ പറഞ്ഞത്, ഘനപ്രജ്ഞ. അപ്പം എല്ലാം പ്രാണരൂപത്തിൽ സമഷ്ടി പ്രാണൻ ലയിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് ഘനപ്രജ്ഞ. അവിടെ നമ്മൾ എന്തൊക്കെ ചെയ്തോ അതെല്ലാം പ്രാണരൂപത്തിൽ അവിടെ ഉണ്ടായിരിക്കും, നഷ്ടപ്പെടത്തില്ല. അവിടെ അങ്ങനെ ഇരിക്കും. അതുകൊണ്ടാണല്ലോ നമ്മൾ ഉണർന്ന് വരുമ്പോൾ ഇന്ന് ഉറങ്ങിയ ആൾ തന്നെയാണല്ലോ ഉണർന്ന് വരുന്നത്, അല്ലാതെ അല്ല. അതുപോലെ നമ്മൾ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഓർമ്മ വരും. ഇന്നും പഠിക്കാനുണ്ടായിരുന്നു, ഇതെനിക്ക് പഠിക്കേണ്ടതായിരുന്നു, ഉണരുമ്പം തന്നെ അത് പഠിക്കേണ്ടതാണല്ലോ എന്ന് ഓർത്തുകൊണ്ടായിരിക്കുന്നത്. അങ്ങനെ എല്ലാം ഒന്നും നഷ്ടപ്പെടുന്നില്ല, എല്ലാം പ്രാണരൂപത്തിൽ അത് ഇരിപ്പുണ്ടായിരിക്കും. അതാണ് ഘനപ്രജ്ഞ സ്ഥല പ്രാജ്ഞ ഏകയേവ ത്രിധാ സ്മൃത. ഇങ്ങനെ മൂന്നായിട്ട് ഏകയേവ, ഒരാളെ തന്നെ ഒന്നിനെ തന്നെ മൂന്നായിട്ട് സ്മരിക്കുന്നു. നമ്മൾ ഏകയേവ ത്രിധാ സ്മൃത, നമ്മൾ ഉണർന്നിരിക്കുന്നതിനെ ജാഗ്രത അഭിമാനിക്കും, വിശ്വൻ അഭിമാനിക്കുന്നു. ആ വിശ്വൻ അനേക വിഷയങ്ങൾ അറിയുന്നു, എല്ലാം ചെയ്യുന്നു. ആരാ അറിയുന്നത്? വാസ്തവത്തിൽ ഞാനാണ് അറിയുന്നത്, ഇല്ലേ? ഞാൻ അറിയുന്നു എന്നല്ലേ നമ്മളനുഭവം. അതുപോലെ സ്വപ്നം കാണുക. സ്വപ്നം കാണുമ്പോഴും അത് തൈജസൻ എന്ന പേര് പറഞ്ഞു. ആ തൈജസൻ സ്വപ്നാഭിമാനിയായ പുരുഷനാണ്. പുരുഷൻ എന്ന് പറഞ്ഞാൽ ചൈതന്യമാണ്. ആ സ്വപ്നം കണ്ടതാരൻ? തൈജസനാണോ സ്വപ്നം കണ്ടത്? തൈജസനല്ല കണ്ടത്, ഞാനാണ് കണ്ടത്. അത് ഉണർന്നിരുന്ന വിഷയങ്ങളെ അറിഞ്ഞതും ഞാനാണ്, സൂക്ഷ്മ വിഷയങ്ങളെ സ്വപ്നത്തിൽ അറിഞ്ഞതും ഞാനാണ്. ഇനി ഉറങ്ങിയാലോ ഒന്നും അറിയുന്നില്ല എന്ന് പറയുന്നു. ഒന്നും അറിയുന്നില്ല എന്നറിയുന്നില്ലേ ഒരാൾ? ഞാനല്ലേ ഉറങ്ങിയത്? ഒന്നും അറിയാതെ ഉറങ്ങിയത് ഞാനാണല്ലോ. അപ്പം ഞാനാണ് ഉണർന്നിരുന്നതും സ്വപ്നം കണ്ടതും ഉണർന്നിരുന്നതും ഒരേ ഒരു ആളാണ്. ആ ഞാനെന്നൊരാളാണ്. അതിപ്പോൾ നമ്മൾ ഞാനെന്ന് പറയുമ്പോൾ ഇങ്ങനെ നമ്മളെ വിചാരിക്കുക, അങ്ങനെയല്ല. ഈ സ്വപ്നത്തിൽ ഈ ശരീരമേ ഇല്ലല്ലോ, ഉറക്കത്തിലൊരു ശരീരവുമില്ല. എന്നാലും ഞാൻ അറിയുന്നുണ്ട്, ആ അഭാവത്തെ ഞാൻ അറിയുന്നുണ്ട്. അഭാവത്തെ ഞാനൊന്നും അറിയുന്നില്ല എന്നുള്ള അഭാവത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അറിവുണ്ട്. അതിനെ നിഷേധിക്കാൻ ആർക്കും പറ്റത്തില്ല. ഒരു അറിവില്ലെങ്കിൽ നമുക്ക് ഒന്നുമില്ലായിരുന്നു എന്ന് പറയാൻ പറ്റും. ഞാനൊന്നും അറിഞ്ഞിരുന്നില്ല എന്ന് പറയണമെങ്കിൽ ഒരറിവ് വേണ്ടേ? അറിവില്ലാതെ പറയാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെയുണ്ട് അറിവ്, അത് ഞാനാണ്. അപ്പം ഞാൻ ജാഗ്രതയും സ്വപ്നവും സുഷുപ്തിയും മാറിക്കൊണ്ടിരിക്കുമ്പോഴും ഇതിനെ എല്ലാം പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, വിളക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ബോധമുണ്ട്. അതാണ് സാക്ഷിബോധം എന്ന് പറയുന്നത്. നമ്മൾ സാക്ഷിയാണ്, കാരണം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം ഈ സാക്ഷി എന്ന് പറയുന്നത് എങ്ങനെയാണ്? സാക്ഷ്യത്തെ വെച്ചുകൊണ്ട്
ഇവിടെ നമ്മൾ അനേക വസ്തുക്കൾ അറിയുന്നുണ്ട്. ആ ദൃശ്യം അറിയപ്പെടുന്നതിനെ ദൃശ്യം എന്ന് പറയും. അപ്പോൾ ആ ദൃശ്യങ്ങളുടെയാണ് സാക്ഷി. ദൃശ്യങ്ങളുടെ ഈ കാണപ്പെടുന്ന നമ്മൾ കണ്ട സ്വപ്നത്തിലും ജാഗ്രതത്തിലും സുഷുപ്തിയിലും എല്ലാം കണ്ട വിഷയങ്ങളുടെയാണ് സാക്ഷി. സാക്ഷി രൂപത്തിൽ ഇതിനെ വെളിപ്പെടുത്തുകയാണ്. ഇനി സാക്ഷിയെക്കുറിച്ചൊന്ന് ചിന്തിച്ചാൽ, നമ്മൾ ജാഗ്രതത്തിൽ ഒരു നിയമമുണ്ട്. അത് സത്യം അബാധ്യം, ബാധ്യം മിഥ്യ. ഒരു രീതിയിലും ബാധിക്കാത്തത്, മാറ്റം വരാത്തതാണ് സത്യം. മാറിപ്പോകുന്നത് സത്യമല്ല, അത് മിഥ്യയാണ്. അതെപ്പോഴെങ്കിലും നശിച്ചു പോകും. അപ്പോൾ ഈ ജാഗ്രതയിലെ വിഷയങ്ങളൊന്നും തന്നെ സ്വപ്നത്തിലോട്ട് പോകുന്നില്ല. അപ്പം ജാഗ്രത വിഷയങ്ങളെല്ലാം സ്വപ്നത്തിൽ ഇല്ലാതായി. അതായത് ഇത് ബാധിക്കപ്പെട്ടു. ജാഗ്രതയിലെ നമ്മുടെ ശരീരവും നമ്മുടെ ദൃശ്യങ്ങളും എല്ലാം തന്നെ ഈ സ്വപ്നത്തിൽ ബാധിക്കപ്പെട്ടു. ഇനി സുഷുപ്തിയിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ ഈ ഉണർന്നു വരുമ്പോഴോ സ്വപ്ന ശരീരമില്ല. ആ സ്വപ്ന പുരുഷൻ ഇങ്ങോട്ട് വരും. അതുകൊണ്ട് സ്വപ്നാഭിമാനിയുണ്ടല്ലോ, ആ പുരുഷൻ ഇങ്ങോട്ട് ഉണർന്നു വരും. ആ ഒരു ചൈതന്യം, ആ ഒരു വൃത്തി ഉണർന്നു വരുന്നതുകൊണ്ടാണ് നമുക്ക് സ്വപ്നത്തെക്കുറിച്ച് അറിയാൻ സാധിക്കുന്നത്. അതേസമയം ജാഗ്രത അഭിമാനി സ്വപ്നത്തിലോട്ട് പോകത്തില്ല. സ്വപ്നത്തിലാണ് കാരണത്തിൽ നിന്ന് കാര്യത്തിലോട്ട് വരും, കാര്യത്തിൽ നിന്ന് കാരണത്തിലോട്ട് പോകത്തില്ല. അപ്പം ജാഗ്രത സ്വപ്നത്തിൽ പൂർണ്ണമായിട്ടില്ലാതായി, ബാധിക്കപ്പെട്ടു. വിഷയങ്ങളെല്ലാം ബാധിക്കപ്പെട്ടു. അതുപോലെ ഉറക്കത്തിൽ ഇതെല്ലാം ജാഗ്രതയും സ്വപ്നവും മുഴുവനും ബാധിക്കപ്പെട്ടു. ഇപ്പോൾ ജാഗ്രതത്തിലെ വിഷയങ്ങളും ഇല്ല, സ്വപ്നത്തിലെ വിഷയങ്ങളും ഇല്ല. നമ്മുടെ ഭഗവദർശനത്തിൽ അതിനെക്കുറിച്ച് സാധനം പറഞ്ഞിരിക്കുന്നതാണ് ഓർക്കുന്നുണ്ട്. ഉണരുന്നളവിൽ സുഷുപ്തിയിൽ അളവ് ഇവിടെ ഇരിപ്പുണ്ടോ ഭഗവദർശനം? അപ്പം ഇവിടെ എങ്ങുമില്ല ഈ വിഷയങ്ങളൊന്നും. ജാഗ്രതത്തിലെ വിഷയം സ്വപ്നത്തിലോട്ടോ സുഷുപ്തിയിലോട്ടോ പോകുന്നില്ല. സ്വപ്നത്തിലെ വിഷയം സുഷുപ്തിയിലോട്ട് പോകുന്നില്ല. ഇങ്ങനെ ഒരു കഥ പറയുന്നതിനെക്കുറിച്ച് ഈ സുന്ദൻ ഉപസുന്ദൻ എന്ന് രണ്ടുപേരുണ്ട്. സുന്ദൻ ഇതിൻ്റെ കഥ ഭാഗവതത്തിലുണ്ട്. ഇവർ രണ്ടുപേരും ചേട്ടാനിയന്മാരാണ്. വലിയ സ്നേഹമായിട്ട് ഇങ്ങനെ ജീവിച്ചുകൊണ്ട് വന്നോണ്ടാണ്. ഒരിക്കലും പരസ്പരം ഒരു അഹിതവും ചെയ്യത്തില്ല. അങ്ങനെ ഇരുന്ന് ഇവർ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തിയിട്ട് പറഞ്ഞു, ഭഗവാനെ ഞങ്ങൾ ഒരിക്കലും മരിക്കരുത്. ബ്രഹ്മാവ് പറഞ്ഞു അത് സാധ്യമല്ല, മരിക്കാതിരിക്കാനൊന്നും സാധ്യമല്ല എന്ന് വേറെ എന്തെങ്കിലും ചോദിച്ചോളാം പറഞ്ഞു. അപ്പം വേറെ ചോദിച്ചത് എന്താണ്, ഞങ്ങൾ മരിക്കുകയാണെങ്കിൽ മറ്റേ ആളുടെ കൈ കൊണ്ട് മരിക്കും. അപ്പം സ്വന്തം മരിക്കുകയാണെങ്കിൽ ഉപസ്വന്തം വരണം, ഉപസ്വന്തം മരിക്കുകയാണെങ്കിൽ സ്വന്തം, ഇങ്ങനെ ഞങ്ങൾ പരസ്പരം ഞങ്ങളുടെ കൈ കൊണ്ട് തന്നെ മരിക്കാവൂ എന്ന് പറഞ്ഞു. ഇവരായി വരം ചോദിക്കുമ്പോൾ എന്താ വിചാരിച്ചത്, ഒരിക്കലും ഞങ്ങൾ പിണങ്ങത്തില്ല, ഒരിക്കലും ഞങ്ങൾക്കൊരു കുഴപ്പമില്ല, അപ്പോൾ ഒരിക്കലും ഞാൻ നിങ്ങൾ ചാവത്തില്ല എന്ന് വിചാരിച്ച് വരം ചോദിച്ചു. ഒടുവിൽ ശരി അങ്ങനെ ആയിക്കോട്ടെ എന്ന് ബ്രഹ്മാവ് സമ്മതിച്ചു, വിട്ടു. അങ്ങനെ ഇരുന്നപ്പോൾ ഈ തിലോത്തമ എന്ന് പറഞ്ഞ ഒരു സ്ത്രീ ഇവരുടെ മുമ്പിൽ വന്നു വിട്ടു. അതിനെക്കുറിച്ച് രണ്ടുപേരും കൂടെ തമ്മിൽ തല്ലി പരസ്പരം തല്ലിച്ചു എന്ന് പറഞ്ഞാൽ ഇതിനെപ്പറ്റി ഉദാഹരണം പറഞ്ഞതാണ്. ഇപ്പോൾ ജാഗ്രതത്തിലെ ഒരു വിഷയവും സ്വപ്നത്തിലില്ലാത്തതുകൊണ്ട് ജാഗ്രത മിഥ്യ, സ്വപ്നത്തിലെ ഒരു വിഷയവും ജാഗ്രതയിലോ സുഷുപ്തിയിലോ ഇല്ലാത്തതുകൊണ്ട് അതിലെ വിഷയങ്ങളും മിഥ്യ. ഇപ്പോൾ രണ്ടും മിഥ്യയായിപ്പോയി. ജാഗ്രത വിഷയങ്ങളും സ്വപ്ന വിഷയവും മിഥ്യയായി. പിന്നുള്ളത് ഉറക്കമാണ്. ഉറക്കം ഉണർന്നു വരുമ്പം ഉറക്കമില്ലല്ലോ. അപ്പോൾ അവിടുത്തെ അജ്ഞാനം, നമ്മുടെ ഈ അജ്ഞാനം എന്ന് പറയുന്ന വാസ്തവത ഇതിനെക്കുറിച്ച് ജാഗ്രതത്തിലും സ്വപ്നത്തിലും എന്തൊക്കെ അറിഞ്ഞിരുന്നോ അതൊന്നും അറിയുന്നില്ല എന്നാണല്ലോ നമ്മൾ സ്വപ്നത്തിലൊന്നും അറിയുന്നില്ല എന്ന് പറഞ്ഞത്. അപ്പം അതൊന്നും അറിയുന്നില്ല എന്നുള്ളത് കൊണ്ട് ഇത് രണ്ടും മിഥ്യയായി. അങ്ങനെ മൂന്നും മിഥ്യയായി. ജാഗ്രതത്തിൽ മറ്റേത് രണ്ടും ഇല്ലാത്തതുകൊണ്ട് അത് മിഥ്യയായി. സ്വപ്നത്തിൽ ഈ ജാഗ്രതയും സുഷുപ്തിയും ഇല്ലാത്തതുകൊണ്ട് അത് മിഥ്യയായി. അപ്പം ഇങ്ങനെ ഓരോ അവസ്ഥയിലും മറ്റേത് രണ്ടും ഇല്ലാതാകുന്നുണ്ട്. അങ്ങനെ ഈ മൂന്ന് വിഷയങ്ങൾ മിഥ്യയായി. പിന്നെ ബാക്കിയുള്ളത് എന്താ, ഈ മാറിക്കൊണ്ടിരിക്കുന്ന ബാധ വന്നുകൊണ്ടിരിക്കും. ബാധ എന്ന് പറഞ്ഞാൽ നമ്മൾ ബാധ വരുമെന്നല്ല അർത്ഥം, ഇല്ലാതാകും. ഉണ്ടെന്ന് തോന്നിയാലും ഇല്ലാതെ, വാസ്തവത്തിലില്ല എങ്കിലും നമുക്ക് ഉണ്ടെന്ന് തോന്നും. അപ്പോൾ ഇത് മൂന്നും ബാധിക്കപ്പെട്ടു. ജാഗ്രതത്തിലെയും സ്വപ്നത്തിലെയും സുഷുപ്തിയിലെയും വിഷയങ്ങൾ നമ്മളവിടെയൊക്കെ അറിഞ്ഞതെല്ലാം ബാധിക്കപ്പെട്ടു.
പിന്നെന്തോ ഇതിനെയെല്ലാം അറിഞ്ഞ ബോധമുണ്ട്. അപ്പോൾ സാക്ഷ്യം എന്ന് പറയുന്നത് ജാഗ്രത സ്വപ്ന സുഷുപ്തിയിലെ വിഷയങ്ങളാണ്. ഈ സാക്ഷ്യമേ ഇല്ലെങ്കിൽ പിന്നെ സാക്ഷ്യമില്ല. സാക്ഷ്യത്തെ വെച്ചുകൊണ്ടല്ലേ സാക്ഷി എന്നൊരു പേര് കൊടുക്കുന്നത്. അത് രണ്ടും പരസ്പരം ആപേക്ഷിക്കുകയാണ്. അപ്പം ഒരു വിഷയവുമില്ല എങ്കിൽ ഒരു വിഷയത്തെ കാണുന്ന ആളുമില്ല. അപ്പം സാക്ഷ്യങ്ങളുമില്ല, സാക്ഷിയുമില്ല. ഇതിനെല്ലാം ആധാരമായത്, ഇതിനെല്ലാം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കേവല ബോധം മാത്രം സത്യം, ബാധാവധി. അപ്പോൾ ബാക്കി ഇതിനെ ആർക്കും ബാധിക്കാൻ പറ്റില്ല, ഒരു വിധത്തിലും നാശം വരുന്നു. അത് ഏകവും പൂർണ്ണവുമാണ് എന്ന് ധനപ്രജ്ഞ സദാപ്രാജ്ഞ അതുകൊണ്ട് എന്താണ്, ഇതിനെല്ലാം കണ്ടിരുന്ന ആരാണ്? അറിഞ്ഞുകൊണ്ടിരുന്നത് സാക്ഷിയാണ്. ജാഗ്രതയെയും സ്വപ്നത്തെയും സുഷുപ്തിയെയും പ്രകാശിപ്പിച്ചുകൊണ്ടിരുന്നത് സാക്ഷിയാണ്. അതുകൊണ്ടാണ് ഏക ഈ സാക്ഷി തന്നെ മൂന്നായിട്ട് കാണപ്പെട്ടു, അറിയപ്പെട്ടു. മൂന്നായിട്ട് നമ്മൾ അറിഞ്ഞു. ജാഗ്രത പുരുഷനായിട്ടും സ്വപ്ന പുരുഷനായിട്ടും സുഷുപ്തി പുരുഷനായിട്ടും അറിഞ്ഞത് ഈ സാക്ഷി മാത്രമായിരുന്നു എന്ന് മനസ്സിലാക്കും. ഈ ഓരോ അവസ്ഥയെയും നമ്മൾ നല്ലതുപോലെ ചിന്തിച്ച് അതിലെ വിഷയങ്ങൾ സത്യമല്ല എന്ന് മനസ്സിലാക്കി ഇതിനെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ബോധം, അതാണ് സത്യം എന്ന് വിചാരിച്ച് ആ സത്യത്തിൽ തന്നെ നമ്മളെ മനസ്സടങ്ങണം. അതാണ് എത്രോപരമതേ ചിത്തം നിരുദ്ധം യോഗസേവയ. അപ്പോൾ നിരുദ്ധമാകണം ചിത്തം. ഇതിലെ ചിത്തം ഉണ്ടെങ്കിൽ അവിടെ വിഷയം വരും. അത് വായുപ്രധാനമായിട്ട്. അപ്പോൾ അതിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും. ചിത്തം അടങ്ങണം. ചിത്തം അടങ്ങണമെങ്കിൽ അതുപോലെ ദൃഢമായ ഒരു ആലംബനമുണ്ട്. അതിനാണ് നമ്മൾ ഈശ്വരനെ ആശ്രയിക്കുന്നത്. ആ ആലംബനം കൊണ്ട് സത്യം മനസ്സിലാക്കി, അതുകൊണ്ടാണ് ഈ ഭഗവാനെ ഇതിലൊക്കെ സ്തുതിക്കുന്നത്. ഈ ഇതിനെ തരണം ചെയ്യിക്കുന്ന ആളാണെന്നാണ് ഈശ്വരനെ നമ്മൾ കാണുന്നത്. അല്ലാതെ അത്യന്തിക സത്യമായിട്ടല്ല പറഞ്ഞിരിക്കുന്നത്. ഈ സംസാര ധാരണം നമ്മുടെ ധ്യാന ശ്ലോകത്തിലുണ്ടല്ലോ, പുണ്യേ ദേവതാനാം സമജനസുരയോഗ സാക്ഷ്യരീതൈകമത്യാദിനാമി ശ്രൂയമാണേ വിദിജ ഘടഘട ഭീതിഭാരം ധരന്തു ഭൂയാൽ സ്വയം വിഭൂത്യൈ നിശിത ശരശിഖാപാടിത പ്രൗഢശൈല സംസാര ആഘാതഭൂപോദര പരിത സമുത്താരക. അപ്പം ഭഗവാനെ അങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. സംസാര ആഘാതഭൂപോദര പരിത സമുത്താരക. അപ്പോൾ ഈ അതിനെ ആത്യന്തിക സത്യമായിട്ടല്ല ഈശ്വരനെ പറഞ്ഞത്. അപ്പോൾ ഈശ്വരൻ എന്നുള്ളത് നമ്മളെ സംസാര സാഗരത്തിൽ നിന്ന് ഉയർത്തി ആ സത്യത്തിൽ എത്തിക്കുന്ന ആ ഒരു വൈഭവമാണ് ഈശ്വരൻ. അപ്പോൾ ഈശ്വരൻ ആണ് സാക്ഷി, എല്ലാത്തിൻ്റെയും സാക്ഷി ഈശ്വരനാണ്. വാസ്തവത്തിൽ ഈ സാക്ഷ്യം മുതൽ ജാഗ്രത സ്വപ്ന സുഷുപ്തി ഒന്നും തന്നെ സത്യമല്ല, എല്ലാം ബാധിക്കപ്പെട്ടു. ഒന്നും സത്യമല്ല. നമ്മുടെ മനസ്സിനെ അവിടെ എത്തിക്കാൻ വേണ്ടിയാണ്, ആ സത്യത്തിൽ എത്തിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം ഇങ്ങനെ പറയുന്നത്. നിങ്ങൾ ജാഗ്രതയ്ക്ക് അതും പോയില്ലേ, സ്വപ്നത്തിലോ അതും പോയി, ആ വിഷയങ്ങളും പോയി. അങ്ങനെ പോയ വിഷയം ചിലപ്പോൾ ഉണ്ട്, ചിലപ്പോൾ ഇല്ല എന്ന് പറയുന്നത് ഇല്ലാത്തതൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ ബാധിക്കപ്പെട്ടു പോയി. ഇതിനെല്ലാം അധിഷ്ഠാനമായ ഒരു സത്യം മാത്രമാണ് എന്നും എപ്പോഴും ഒരേപോലെ ഒരേ വടിവിൽ വിളങ്ങിക്കൊണ്ടിരിക്കുന്നു. അത് കേവല ബോധം മാത്രം. നമ്മുടെ അനുഭവം നോക്കിയാൽ അറിവല്ലേ, നമ്മളെല്ലാം അറിയാത്ത ഒരെണ്ണം നമുക്കുണ്ട്. അറിവിലല്ലേ നമ്മൾ വിചാരിക്കുന്നു ഞാൻ അതിനെ അറിയുന്നു, പക്ഷേ അതല്ല സത്യം. എൻ്റെ ആ അറിവിൽ അത് പ്രകാശിക്കുന്നു എന്നുള്ളതല്ലേ. ആ അറിവിൽ നമ്മൾ ബോധിക്കുന്നു ആ വിഷയത്തെ. ആ ബോധത്തിൽ വിളങ്ങുന്നു, ആ ബോധത്തിൽ നമ്മൾ ബോധിക്കുന്നു. നമ്മുടെ അജ്ഞാനം കൊണ്ട് നമ്മൾ ഇതാണെന്ന്, ശരീരമാണ് ഞാനും ധരിച്ചുകൊണ്ട് ഇതിനെ ഞാൻ അറിയുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്നു. അതല്ലേ സത്യം. അപ്പം ഏകയേവ ത്രിധാ സ്മൃത, ഒരാളെ തന്നെ പലതായിട്ട് അറിയുന്നു. ബഹിഷ്പ്രജ്ഞ ഇതി പര്യായേണ ത്രിസ്ഥാനത്വാൽ സോഹമിതി സ്മൃത്യ പ്രതിസന്ധാനാച്ച സ്ഥാനത്രയ വ്യതിരിക്തത്വം ഏകത്വം ശുദ്ധത്വം അസംഗത്വം ച സിദ്ധം ഇത് അഭിപ്രായം. അതായത് പര്യായേണ ത്രിസ്ഥാനത്വം. ഇപ്പം ഉറങ്ങി, ഒരാളുണർന്നിരുന്നു, സ്വപ്നം കണ്ടു, ഉറങ്ങി, പിന്നെയും ഇതങ്ങനെ ആവർത്തിക്കുകയാണല്ലോ ചെയ്യുന്നത്. നമ്മൾ ദിവസം ആവർത്തിക്കുകയാണ്. അതങ്ങനെ പര്യായേണ ക്രമേണ ഈ മൂന്ന് അവസ്ഥകളും വന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടും
അഹമിതി സ്മൃത്യ, ഇതെല്ലാം ഞാനാണ് കാണുന്നതെന്നുള്ള ബോധം എപ്പോഴും ഉണ്ടെന്ന്. ആ ഞാനെന്നുള്ള ബോധം ഒരിക്കലും നമ്മളെ നഷ്ടപ്പെടുന്നു. എപ്പോഴും ആ ഞാൻ ഇപ്പം ബോധം കെട്ടിരിക്കുന്ന ഒരാളിനെ ഉണർന്നു വരുമ്പോൾ എന്താ അനുഭവം? എൻ്റെ ബോധം കെട്ടുപോയിരുന്നില്ലേ? ഞാൻ ബോധം ഇതുവരെ ഞാൻ ബോധം കെട്ടിരിക്കുകയായിരുന്നു എന്തെങ്കിലും വിചാരിക്കും. എവിടെയാണ് ഞാൻ എന്നുള്ള സാക്ഷിയുണ്ട് അവിടെ. സ്ഥാനത്വാ സോഹമിതി സ്മൃത്യ പ്രതിസന്ധാനാച്ച. പ്രതിസന്ധാനം, വീണ്ടും നമ്മൾ വരുമ്പോൾ ഓരോ വിഷയം അറിയുകയാണ്. ഇന്നലെ ഉറങ്ങുന്നതിന് മുമ്പ് പറഞ്ഞ വിഷയങ്ങൾ ഉറങ്ങുമ്പോൾ പിന്നെയും നമ്മൾ അറിയുകയാണ്. പ്രതിസന്ധാനാച്ച സ്ഥാനത്രയ വ്യതിരിക്തത്വം. ഇപ്പം ജാഗ്രതത്തിൽ ഞാൻ അനുഭവിച്ചു എന്ന് പറഞ്ഞു. ജാഗ്രതത്തിലെ വിഷയങ്ങൾ മുഴുവൻ പോയപ്പോഴും സ്വപ്നത്തിൽ ഞാൻ വിഷയങ്ങൾ അറിയുന്നുണ്ട്. ഈ ജാഗ്രത മുഴുവൻ പോയപ്പോഴും ഞാനുണ്ട്. സ്വപ്നം മുഴുവൻ പോയി ഉറക്കം വന്നപ്പോഴും ഞാനുണ്ട്. ഉറക്കം പോയി ഉണർന്നപ്പോഴും ഞാനുണ്ട്. എപ്പോഴും 3 ത്രിസ്ഥാനത്വ, ഈ 3 സമയത്ത് 3 അവസ്ഥയിലും മാറാതെ നിൽക്കുന്ന ആ ബോധം, ഏകത്വം, അത് ഏകമാകുന്നു. സ്ഥാനത്രയ വ്യതിരിക്തം, ഈ ജാഗ്രതയിൽ നിന്നും, ജാഗ്രതത്തിലെ നമ്മുടെ ശരീരം മുതൽ ബാഹ്യ വിഷയങ്ങൾ ഉൾപ്പെടെ എല്ലാ വിഷയത്തിൽ നിന്നും വ്യതിരിക്തമാണ്, വേറെയാണ്. ഒന്നും ഈ സ്ഥാനത്രയ വ്യതിരിക്തത്വം, ഏകത്വം, അതൊന്നേ ഉള്ളൂ. ഞാനുള്ളത് ഒന്നേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ജാഗ്രതയിലിരിക്കുന്ന ആളായിരുന്നെങ്കിലേ, ജാഗ്രതയിൽ മാത്രം ഇരിക്കുന്ന ആളാണെങ്കിൽ സ്വപ്നത്തിൽ വരുമ്പോൾ ഞാനെന്ന അനുഭവം ഉണ്ടാകാൻ പാടില്ലല്ലോ. സ്വപ്നത്തിൽ നമുക്ക് അനുഭവമുണ്ട്, ഉറങ്ങുമ്പോഴും അനുഭവമുണ്ട്, ഞാൻ അറിയുന്നു എന്നുള്ള. അവിടെ അത് പക്ഷേ സാക്ഷിഭാസയാണ്, ജീവഭാസയല്ല. ജീവഭാസന ഉള്ളപ്പോഴാണ് ഞാനിതറിയുന്നു എന്ന് പറയുന്നത്. മറ്റേത് ഞാൻ അറിയുന്നു എന്നുള്ള അഹങ്കാരവൃത്തിയില്ല, അവിദ്യാവൃത്തിയുള്ളത്. സ്ഥാനത്രയ വ്യതിരിക്തത്വം, ഏകത്വം, ശുദ്ധത്വം. ശുദ്ധം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പറയില്ല എൻ്റെ മനസ്സ് വളരെ ശുദ്ധമാണ്, അവനുള്ളതെല്ലാം വിളിച്ചു പറയും ഇതുകൊണ്ട് ശുദ്ധനാണെന്ന്. ഉള്ളതെല്ലാം വിളിച്ചു പറയുന്നതിന് നമ്മൾ വായാടിക്കുന്നതെന്ന് പറയുന്നില്ല. ശുദ്ധം എന്ന് പറഞ്ഞാൽ ഒരു വസ്തു ശുദ്ധമെന്ന് പറയുന്നത് മറ്റൊന്നിൻ്റെ കലർപ്പില്ലാതിരിക്കും. ഇല്ലേ? മണ്ണ് ശുദ്ധമായിട്ട് ഈ കൃഷിക്കാരൊക്കെ മണ്ണ് ശുദ്ധമാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിലുള്ള മറ്റ് മിനറൽസൊക്കെ സ്വർണ്ണം ഉൾപ്പെടെ വജ്രം ഉൾപ്പെടെ എത്ര വരെയുള്ളതാണെങ്കിലും ആ മിനറൽസ് എല്ലാം മാറ്റിയിട്ട് ഇത് മാത്രം എടുക്കുമ്പോഴാണ് അത് ശുദ്ധമായിരുന്നത്. അതേപോലെ നമ്മുടെ അന്ധകരണം ശുദ്ധമാകുക എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സ് ശുദ്ധമാകുന്ന, മനസ്സെന്ന് പറയുന്നത് എന്താണ്? പഞ്ചഭൂതങ്ങളുടെ സാത്വിക ഭാവം ചേർന്ന് ഒരു വിഷയവും അതിൻ്റെ വിഷയം കയറി കഴിയുമ്പോഴാണ് അശുദ്ധമാകുന്നത്. വിഷയമൊന്നും ഇല്ലാതാകുമ്പോൾ അത് ശുദ്ധമാണ്. അതാണ് ശുദ്ധം എന്ന് പറയുന്നത്. വിഷയമില്ലാതിരിക്കും. ശുദ്ധത്വം, അസംഗത്വം, ഒന്നിനോടും സംഘമില്ല. ഇപ്പം ഞാൻ എന്നുള്ളത്, നമ്മളിപ്പം ഒരാൾ നമ്മളെ വളരെ വേണ്ടപ്പെട്ട ഒരാളുടെ വിയോഗം സംഭവിച്ചിട്ടുണ്ടായി. നമ്മൾ ഒരുപാട് സങ്കടപ്പെട്ടു. ഉറങ്ങിയപ്പം ഇതെല്ലാം അങ്ങോട്ട് മാറിയിട്ട് നമ്മൾ ഉറങ്ങുകയാണ്. അപ്പം ഞാൻ ഈ സങ്കടത്തോടു കൂടി ഉറങ്ങുന്നതെന്ന് ആരെയും വിചാരിക്കാറുണ്ട്. ഉറങ്ങുമ്പോൾ ആർക്കൊരു സങ്കടമുണ്ട്. അപ്പം ഞാൻ ഉറങ്ങുന്നു എന്ന് പറയുമ്പോൾ ഒരു സങ്കടവും നമുക്കില്ല. അപ്പം ഈ സങ്കടം അങ്ങോട്ട് പോകുന്നില്ല. ഈ ഞാൻ എന്നുള്ളതിന് ഇവിടെ സംഘമില്ല. ഈ എനിക്ക് സംഘം ഉണ്ടായിരുന്ന അങ്ങോട്ട് ഉറങ്ങിയിരിക്കുമ്പോഴും ഞാൻ സങ്കടപ്പെടണം, അതില്ല. അപ്പോൾ അതിന് അസംഗത്വം, ഒന്നിനോടും സംഘമില്ല, ഒരു വിഷയത്തോടും സംഘമില്ലായിരുന്നു. അപ്പം ഏകമായി, ശുദ്ധമായി, അസംഗമായി ഇരിക്കുന്ന ആ ബോധം, സ്ഥാനത്രയ വ്യതിരിക്തം, ഈ 3 സ്ഥാനത്താകൾ സ്വപ്ന സുഷുപ്തികളിൽ നിന്ന് ഭിന്നമായി, ഏകമായി, ശുദ്ധമായി, ഒരു വിഷയസ്പർശവുമില്ലാതെ അസംഗമായിരിക്കുന്ന ആ ജ്ഞാനമാണ് സത്യം. അതാണ് ആത്മാവ്. അതാണ് ഇതിനെല്ലാം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അധിഷ്ഠാനം. മഹാമത്സ്യാദി ദൃഷ്ടാന്തശ്രുതേഹ. മഹാമത്സ്യം ഒരു ബൃഹദാരണ്യത്തിലുള്ള, അപ്പം ഒരു മത്സ്യം ഈ കരയ്ക്കാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിങ്ങനെ അങ്ങോട്ട് പോകും, നടക്കുക, ഭയങ്കര ഒഴുക്കത്തത് ഒഴുകി പോകത്തൊന്നുമില്ല. അതിങ്ങനെ നേരെ അവിടെ എല്ലാം കുറേ നേരം കളിച്ച് നടന്ന് അക്കരെ പോയി, അവിടെയും കുറേ നേരം കളിച്ച് നടന്നിട്ട് പിന്നെയും തിരിച്ച് ഇങ്ങോട്ട് അതേപോലെ തിരിച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരുന്നു. അതുപോലെ ജീവൻ ഇങ്ങനെ ഉറങ്ങിയിരിക്കുന്നു, അവിടെ ഒന്നും അറിയുന്നില്ല. പിന്നെ കുറേ നേരം സ്വപ്നം കാണുന്നു, അവിടെ കുറേ വിഷയങ്ങൾ അറിയുന്നു, സുഖദുഃഖങ്ങളൊക്കെ അനുഭവിക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്നു. പിന്നെ ജാഗ്രതയിൽ വരുന്നു. ഇങ്ങനെ ജാഗ്രത സുഷുപ്തി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുക ഈ
പക്ഷേ ഇതിന് അസംഗത്വമാണുള്ളത്. കാരണം ഇതിലൊക്കെ നടക്കുമ്പോൾ ഈ മീനൊരു വ്യത്യാസം വരുന്നില്ലല്ലോ. മീൻ ഈ വെള്ളം അതിനെ പിടിക്കും, ഒന്നും അതിന് പറ്റുന്നില്ല. അതേപോലെ ഈ ജീവന് വാസ്തവത്തിൽ ഒരു വിധത്തിലുള്ള പറ്റുമാനവും ഉണ്ടാകുന്നില്ല. ഇതിനോട് അത് പറ്റിച്ചേരുന്നില്ല. ഒരിക്കൽ പറ്റിച്ചേരുകയാണെങ്കിൽ അത് പോകത്തില്ലല്ലോ. നമുക്കിപ്പോൾ ഒരു ദുഃഖം ഉണ്ടായി, വലിയ ദുഃഖം ഉണ്ടായി, അല്ലെങ്കിൽ ഒരു വലിയ സുഖം ഉണ്ടായി, 4 ദിവസം കഴിയുമ്പോൾ അത് രണ്ടിൻ്റെ ഒരു പ്രസക്തി നഷ്ടപ്പെട്ടു ഇല്ലേ? അതുകൊണ്ട് അത് അസംഗമാണ്, സംഘമില്ലാത്തതാണ്. സംഘം ഉണ്ടെങ്കിൽ അത് മാറാൻ പാടില്ലല്ലോ. ബഹിഷ്പ്രജ്ഞോ വിപുർവിശ്വോ യമ്പപ്രജ്ഞസ്തുതൈജസ ഘനപ്രജ്ഞസ്തദാ പ്രാജ്ഞ ഏകയേവ ധൃതാ സ്മൃത ദക്ഷിണാക്ഷിമുഖേ വിശ്വോ മനസ്യന്തസ്തുതൈജസ ആകാശേ ഹൃദയ പ്രാജ്ഞസ്പൃഥാ ദേഹേ വ്യവസ്ഥിത ദക്ഷിണാക്ഷിമുഖേ വിശ്വഃ മനസി അന്തഃ തു തൈജസഃ ആകാശേ ച ഹൃദി പ്രാജ്ഞഃ ത്രിധാ ദേഹേ വ്യവസ്ഥിതഃ. നമ്മൾ ഈ വ്യവഹാരമെല്ലാം ഈ ദേഹത്തിലിരുന്നു. നമ്മുടെ ബന്ധവും നമ്മുടെ മുക്തിയും എല്ലാ സുഖദുഃഖങ്ങളും എല്ലാം നമുക്ക് ഈ ശരീരത്തിലിരിക്കുമ്പോഴാണല്ലോ. അപ്പോൾ ശരീരത്തിൽ ഞാൻ ഇരിക്കുന്നു എന്നുള്ള ഒരു ബുദ്ധിയുള്ളപ്പോഴാണ് പ്രപഞ്ചമുള്ളത്. ഇല്ലെങ്കിൽ പ്രപഞ്ചമില്ല. ശരീരത്തിൽ ഞാൻ ഇരിക്കുന്നു അല്ലെങ്കിൽ ഞാൻ ശരീരമാണ് എന്നൊരു ബുദ്ധിയില്ലെങ്കിൽ നമുക്ക് ദുഃഖവും ഇല്ല, വ്യവഹാരവും ഇല്ല. വ്യവഹരിക്കണമെങ്കിൽ ശരീരത്തിൽ, അതായത് സ്വാമികൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ ശരീരത്തെ ഞാനെന്ന് അഭിമാനിച്ച് ഇന്ദ്രിയങ്ങളും നമ്മുടെ കരണങ്ങളെല്ലാം എൻ്റേതെന്നും അഭിമാനിക്കുമ്പോഴേ നമുക്ക് പ്രവൃത്തി ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ കണ്ണെന്ന് കാണുമ്പോഴല്ലേ ഞാൻ കണ്ണുകൊണ്ട് കാണുന്നു. അപ്പോൾ എൻ്റേതെന്നുള്ള ഒരു അഭിമാനം വന്നെങ്കിൽ മാത്രമേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അതുപോലെ ഇവിടെ നമ്മുടെ ശരീരം നമ്മൾ വ്യവഹരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ശരീരത്തിൽ ദക്ഷിണാക്ഷിമുഖേ വിശ്വ, നമ്മൾ പലതും ജാഗ്രതത്തിൽ അനേക ബാഹ്യ വിഷയങ്ങളെ കാണുമ്പോൾ ഈ ജീവൻ്റെ പ്രധാന സ്ഥാനം എല്ലായിടത്തും നടന്നിരിക്കുന്നതാണെങ്കിലും അതിനൊരു അതിൻ്റെ ഒരു കേന്ദ്രമായിട്ടിരിക്കുന്നത് ദക്ഷിണാക്ഷി മുഖം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സ്ഥാനം. ദക്ഷിണം വലത് കണ്ണിലാണ് ജീവൻ്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ വലത് കണ്ണി മാത്രം ഇരിക്കുന്നു എന്നല്ല അർത്ഥം. പ്രധാനമായിട്ട് അവിടെ ഇരിക്കുന്നു. പ്രധാനമായിട്ട് നമ്മുടെ വലത് കണ്ണിലാണ് ജീവൻ്റെ സാന്നിധ്യമുള്ളത് കൂടുതലായിട്ട്. ദക്ഷിണാക്ഷിമുഖേ വിശ്വ മനസ്സ് അന്തസ്തു തൈജസൻ സ്വപ്നാഭിമാനിയായ പുരുഷൻ മനസ്സ് അന്തസ്തു, മനസ്സിനകത്താണ് ഇരിക്കുന്നത്, ഇവിടെ ഉള്ളിലാണ് ഇരിക്കുന്നത്. ആകാശേജ ഹൃദയ പ്രാജ്ഞ, കുറച്ചുകൂടെ സൂക്ഷ്മമായി ഹൃദയാകാശത്തിലാണ് പ്രാജ്ഞനിരിക്കുന്നത്. ത്രിധാദേഹേ വ്യവസ്ഥിത. വാസ്തവത്തിൽ നമ്മൾ ഉണർന്നിരിക്കുമ്പോഴാണ് ഇതെല്ലാം അനുഭവിക്കുന്നത് എന്നുള്ളതാണ്. ഉണർന്നിരിക്കുമ്പോൾ നമ്മുടെ ജീവൻ്റെ സ്ഥാനം ദക്ഷിണാക്ഷിയും, സ്വപ്നം കാണുമ്പം തൈജസൻ ആയിട്ട് മനസ്സിനകത്തും, സ്വപ്നം കാണുമ്പം ഹൃദയാകാശത്തിൽ പ്രാജ്ഞനായിട്ട് ഇരിക്കുന്നു എന്നർത്ഥം. ദക്ഷിണ അക്ഷ്യേവ മുഖം തസ്മിൻ പ്രാധാന്യേന ദ്രഷ്ട്ര സ്ഥൂലാനാം വിശ്വ അനുഭൂയതേ. ദക്ഷിണ മുഖം എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയുന്ന സ്ഥലം, കണ്ണുകൊണ്ട് കാണുന്ന ആ വിഷയങ്ങളെ അറിയുന്ന ആ ഒരു സ്ഥാനം, അതാണ് മുഖം എന്ന് പറയുന്നത്. അപ്പം ദക്ഷിണാക്ഷിയാണ് പ്രധാനമായിട്ട് ജാഗ്രത ഈ വിഷയങ്ങളെ അറിയുന്നത്. കണ്ണിലല്ലേ പ്രാധാന്യം, നമുക്കെല്ലാം കാണുമ്പോൾ എപ്പോഴും പ്രാധാന്യം. മറ്റേ എല്ലാ ഇന്ദ്രിയങ്ങൾക്കും പ്രാധാന്യം ഉണ്ടെങ്കിലും കൂടുതൽ പ്രാധാന്യം കണ്ണുകൾക്കാണ്. അതുകൊണ്ടാണ് അവിടെ കുഴപ്പമില്ല, എൻ്റെ കണ്ണുകൊണ്ട് കണ്ടാണ്. ദക്ഷിണം അക്ഷ്യേവ മുഖം തസ്മിൻ പ്രാധാന്യേന ദ്രഷ്ട്ര സ്ഥൂലാനാം വിശ്വ അനുഭൂയതേ. അപ്പോൾ ഈ വിശ്വം എന്ന് പറയുന്ന ആരാണ്? സ്ഥൂലാനാം ദ്രഷ്ട്ര, സ്ഥൂല വിഷയങ്ങളെ കാണുന്ന ആളാണ് വിശ്വൻ. ആ വിശ്വൻ ഇന്ധോഹ വൈ നാവൈഷ യോയം ദക്ഷിണേ അക്ഷൻ പുരുഷ. എനിക്ക് നമ്മുടെ ഈ പുരാണങ്ങളൊക്കെ വായിക്കുമ്പോൾ ഇന്ദ്രനെ ഇങ്ങനെ പറഞ്ഞ് ഒരുമാതിരി വല്ലാത്ത കഥാപാത്രമായിട്ട് കേൾക്കും, വേദാണ്ട് പോലും എനിക്ക് വല്ലാത്ത. കാരണം ഇന്ദ്രൻ എന്ന് പറയുന്നത് ഉപനിഷത്തിൽ എത്ര ഒരു വലിയ ഇതിലിരിക്കുന്ന ആളാണ്.
ഇവിടെ ഇന്ധോഹ വൈ നാമ ഏഷ യോയം ദക്ഷിണയക്ഷൻ പുരുഷ. വലതുകണ്ണിലിരിക്കുന്ന ആ പുരുഷനെ ഇന്ധൻ എന്നാണ്. ഇന്ധൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇന്ധനം എന്നൊക്കെ ജ്വലിക്കുന്നത്, അതായത് അറിവ് കൊണ്ട് ജ്വലിക്കും, നല്ലപോലെ അറിവുണ്ടാകുന്നത്. അപ്പം ഇന്ധോഹ വൈ നാമൈഷ യോയം ദക്ഷിണയക്ഷൻ പുരുഷ. ഇത് കണ്ണിലിരിക്കുന്ന വലതുകണ്ണിലിരിക്കുന്ന പുരുഷന് ഇന്ധൻ എന്ന് പറയുന്നു. കാരണം അവിടാണ് അറിവ് കൊണ്ട് ജ്വലിക്കുന്നത്. അതുകൊണ്ട് പുരുഷ ഇത് ശ്രുതേഹ. ഇന്ധോ ദീപ്തി ഗുണോ വൈശ്വാനരഹ. ദീപ്തി ഗുണമുള്ള വൈശ്വാനരൻ എന്നാൽ കാണുന്ന ആ അറിവ് അതവിടാണ് ഇരിക്കുന്നത്. ആദിത്യാന്തർഗതോ വൈരാജ ആത്മാ ചക്ഷുഷീച്ച ദൃഷ്ട ഏക. ഈ ഇന്ധൻ എന്നുള്ളതിനെയാണ് ഇന്ദ്രൻ എന്ന് വിളിക്കുന്നത്. ഈ ദീപ്തി ഗുണത്തോടെ നമ്മൾ ഇന്ദ്രിയങ്ങളിലും വിഷയങ്ങളെ അറിയിക്കുന്ന ആ ഒരു ചൈതന്യത്തെയാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത്. ഇന്ദ്രൻ എന്ന് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ദേവന്മാർക്ക് അങ്ങനെ പറയുന്നത് ഇഷ്ടം, അപരോക്ഷമായിട്ട് പറയുന്നത് അത്ര ഇഷ്ടമായിട്ടില്ല. പരോക്ഷപ്രിയോ ദേവ എന്നും. അപ്പം പരോക്ഷമായിട്ട് ഇന്ധനായിരിക്കുന്ന ആ ചൈതന്യത്തെ ഇന്ദ്രൻ എന്ന് പറയുക. ഇന്ദ്രൻ അത്രയ്ക്കും ഒരു വിശിഷ്ടമായ ഒരു പദാലങ്കരിക്കുന്ന ആളാണ്. ആ ഇന്ദ്രനെയാണ് നമ്മൾ വെറുതെ ഒരു ദീപ്തി ഗുണോ വൈശ്വാനരഹ. ആദിത്യാന്തർഗതോ വൈരാജ ആത്മാ ചക്ഷുഷീച്ച ദ്രഷ്ട ഏക. അപ്പോൾ ആദിത്യാന്തർഗതോ വൈരാജ ആത്മ. ഈ ആദിത്യാന്തർഗതം ആദിത്യനെ ഈ ജ്വലിപ്പിച്ച് നിർത്താനുള്ള ചൈതന്യം വേണമല്ലോ. വെറുതെ ഒരു ഇത് ആദിത്യൻ എന്ന് പറയുന്നത് കുറേ മിനറൽസോ ഗ്യാസോ ഒക്കെ അങ്ങനെ ഒരു സംഗതികളല്ലേ. അപ്പോൾ അതെല്ലാം ഇങ്ങനെ ദീപ്തി ഗുണത്തോട് ഒരുമിച്ച് ഇങ്ങനെ നിൽക്കുന്നെങ്കിൽ അതിനെ നിയന്ത്രിച്ച് നിർത്തുന്ന ഒരു ചൈതന്യം വേണം തീർച്ചയായിട്ടും. ആ ചൈതന്യമാണ് വൈശ്വാനരൻ. ദീപ്തി ഗുണം വൈശ്വാനരഹ. ആദിത്യനിലുള്ള ആ വൈരാജൻ വിരാട്ടും അല്ലെങ്കിൽ ആ ദീപ്തി ഗുണമുള്ള ആ ചൈതന്യവും ആത്മാ ചക്ഷുഷീച്ച ദ്രഷ്ട. ചക്ഷുഷിലിരുന്ന് കാണുന്നത് ഒന്നുതന്നെ. സൂര്യനിൽ പ്രകാശത്തോടുകൂടി ജ്വലിച്ച് നിൽക്കുന്ന ആ ചൈതന്യം, അതിന് ഏതൊരു ചൈതന്യം കൊണ്ടാണോ അത് ജ്വലിച്ച് നിൽക്കുന്നത്, ആ ചൈതന്യം കൊണ്ടാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ കണ്ണിലിരിക്കുന്ന ചൈതന്യവും അവിടെയുള്ള ചൈതന്യവും ഒന്ന് തന്നെയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ വിരാട് പുരുഷൻ്റെ കണ്ണുകൾ എന്ന് പറയുന്നത് സൂര്യനാണ്. അപ്പം സൂര്യനാണ് കണ്ണുകൾ. ഈ സൂര്യനിലുള്ള പ്രകാശവും മനുഷ്യൻ്റെ കണ്ണിലുള്ള പ്രകാശം, അല്ലെങ്കിൽ എല്ലാ ജീവൻ്റെ കണ്ണിലുള്ള പ്രകാശം, ആ ജീവ ചൈതന്യവും ഒന്ന് തന്നെയാകുന്നു. ദീപ്തി ഗുണോ വൈശ്വാനര. ആദിത്യാന്തർഗതോ വൈരാജ ആത്മാ ചക്ഷുഷീച്ച ദ്രഷ്ട ഏക. മനു അയോ ഹിരണ്യഗർഭ ക്ഷേത്രജ്ഞോ ദക്ഷിണേ അക്ഷന്യോ നിയന്ത ദ്രഷ്ട ച അന്യഃ ദേവസ്വാമി. ഹിരണ്യഗർഭൻ എന്നൊരാളാണ് അവിടെ ഇരിക്കുന്നതായിട്ടാണല്ലോ നമ്മൾ പഠിച്ചത്. ഹിരണ്യഗർഭൻ എന്ന് പറയുന്നത് സൂക്ഷ്മ പ്രപഞ്ച ശരീരാഭിമാനി, സൂക്ഷ്മത്തെ മുഴുവൻ അഭിമാനിക്കുന്ന ആ ചൈതന്യമാണ് ഹിരണ്യഗർഭൻ. ആ ഹിരണ്യഗർഭനും ക്ഷേത്രജ്ഞ ദക്ഷിണേ അക്ഷ്ണ്യോഹോ നിയന്ത. കണ്ണിലിരുന്ന് ഈ കണ്ണിനെ നിയന്ത്രിക്കുന്ന ആ ദ്രഷ്ടാവ്, കണ്ണിലിരുന്ന് കാണുന്ന ദ്രഷ്ടാവ്, അതാണ് ദേഹസ്വാമി. അപ്പോൾ ഈ ദേഹസ്വാമിയും ഹിരണ്യഗർഭനും ഒന്നാണ്. അതാണ് ഇവിടുത്തെ ചോദ്യം. സൂര്യനിലിരിക്കുന്ന ചൈതന്യവും നമ്മുടെ ദേഹത്തിലിരിക്കുന്ന, നമ്മുടെ ദേഹത്തെ മുഴുവൻ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ദേഹസ്വാമി. ദേഹത്തിന് തനിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ദേഹത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചൈതന്യമുണ്ട്. അത് രണ്ടും ഒന്നാണോ? ഉത്തരം നഹ സ്വതഃ ഭേദാൻ അഭ്യുപഗമാകും. ഇത് രണ്ടാണെന്ന് എന്നും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പ്രമാണം ശരിയാണ്. അപ്പോൾ ഈ ചൈതന്യവും ആ ചൈതന്യവും എന്നൊരു വേർതിരിവ് എങ്ങനെ നമ്മെ കണ്ടിട്ടുണ്ട്. ചൈതന്യം ഒന്നേയുള്ളൂ. അപ്പം ഏകോ ദേവ സർവഭൂതേഷു ഗൂഢ. ഒരേ ദേവൻ സർവഭൂതങ്ങളിലും ഗൂഢ, വളരെ അതിസൂക്ഷ്മമായിട്ട് ഇരിക്കുന്നു. ഇത് ശ്രുതേഹ. ക്ഷേത്രജ്ഞം ചാപിമാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത. ഗീതയില ക്ഷേത്രജ്ഞം ചാപിമാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത. എല്ലാ ക്ഷേത്രങ്ങളിലും, ക്ഷേത്രങ്ങൾ എന്നാൽ ശരീരം നടത്തും. ശരീരം എന്ന് പറയുമ്പോൾ നമ്മുടെ മനുഷ്യൻ്റെ ശരീരം മാത്രമല്ല, ഏത് ശരീരത്തിലും.
അപ്പോൾ ജീവനുള്ള ഏത് ശരീരത്തിലും ഇരിക്കുന്ന ആ ജീവൻ അത് ക്ഷേത്രജ്ഞനാകുന്നു, അത് ഈശ്വരൻ തന്നെയാകുന്നു. അവിഭക്തം ച ഭൂതേഷു വിഭക്തമിവ ച സ്ഥിതം. വാസ്തവത്തിൽ അവിഭക്തനാണ്, ഒരു ഭേദവുമില്ല. എന്നാൽ ഓരോ ശരീരത്തിലും ഭിന്ന ഭിന്നമായിട്ട് നമ്മൾ അറിയുന്നു. അത് നമ്മുടെ അറിവില്ല. അതുകൊണ്ടാണ് ഈ അജ്ഞാനം എന്ന് പറയുന്നത്. അജ്ഞാനം എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥം പറയാറുണ്ട്. അറിവില്ല, ഏകദേശ ജ്ഞാനമെന്നും വിപരീത ജ്ഞാനം, രണ്ട് രീതി. ഏകദേശ ജ്ഞാനം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇത് കാണുന്നു, എൻ്റെ മുമ്പ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു, വാസ്തവത്തിൽ ഇതിൻ്റെ ഇത്രയല്ലേ ഞാൻ കാണുന്നുള്ളൂ. ഇത് ഇത്രേ കാണുന്നുള്ളൂ, ഇതിൻ്റെ ബാക്കി ഭാഗം ഒന്നും കാണുന്നില്ല, ഇതിൽ എത്ര പേരുണ്ടെന്ന് കാണുന്നില്ല, ഇവിടെ എന്തെഴുതിയിരിക്കുന്നു എന്ന് ഒന്നും കാണുന്നില്ല. അപ്പം അതിൻ്റെ ഭൂരിഭാഗവും നമുക്ക് അജ്ഞാതമായി കാണിക്കും. അതാണ് അജ്ഞാനം എന്ന് പറയുന്നത്. നമ്മൾ വ്യക്തമായിട്ട് പറയുന്നതിൻ്റെ തത്വം അറിയുന്നില്ല എന്നുള്ളതാണ് അജ്ഞാനം. ഭൂതേഷു വിഭക്തമിവ ച സ്ഥിതം ഇത് സ്മൃതേ സർവേഷു കാരണേഷു അവിശേഷേണ സർവേഷു കരണേഷു. കരണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുന്നത്? കരണം എന്ന് പറഞ്ഞാൽ ഉപകരണം എന്നാണ് കരണം എന്നുള്ള വാക്കിന്. ഉപകരണം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാനുള്ള ഉപകരണങ്ങൾ, പ്രവർത്തിക്കാനുള്ള ഉപകരണം. നമുക്ക് ജ്ഞാനേന്ദ്രിയങ്ങൾ പറയുന്ന വെളിയിൽ നിന്ന് അറിയാനുള്ള കാരണമാണ്. നമ്മൾ കണ്ണ്, ശബ്ദ, വെളിയിൽ നിന്ന് അറിയുന്നത് നമ്മൾ ശ്രോത്ര, ത്വക, അക്ഷി, രസന, ഘ്രാണം ഇങ്ങനെ പറയുമ്പോഴേക്കും ഇങ്ങനെ വരുള്ളൂ. ശ്രോത്രം, ചെവി, നമ്മൾ ചെവി കൊണ്ട് കേൾക്കുന്നു, അതാണ് ഏറ്റവും സൂക്ഷ്മം. ശബ്ദം, സ്പർശം, തൊടി സ്പർശം കൊണ്ട് വരുന്നു. ത്വക, അക്ഷി, കണ്ണുകൊണ്ട് കാണുന്നു. ജലം, അക്ഷി, രസം, രസനമുണ്ട്, രസമറിയും. ഈ ഗന്ധം കൊണ്ട് മണമറിയും. കരണങ്ങൾ 5 ഇതിലെ ജ്ഞാനേന്ദ്രിയങ്ങളുണ്ട്. വെളിയിലുള്ള വിഷയങ്ങളുടെ ജ്ഞാനം നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്ന ഉപകരണങ്ങളാണ് ഈ ജ്ഞാനേന്ദ്രിയങ്ങൾ. സത്യം പറഞ്ഞാൽ നമ്മളൊരു വസ്തുവിനെ കാണുമെന്ന് പറയുമ്പോൾ, ഇപ്പം ഏതെങ്കിലും ഒരു പൂവിനെ കണ്ടു നോക്കിയാൽ ഒരു നല്ല മണമുണ്ട്. അപ്പോൾ ചെവി, മൂക്ക് പറഞ്ഞു ഇതിന് ഇത്ര മണം. അപ്പോൾ കണ്ണ് പറഞ്ഞു ഇതിന് ഇത്രയും നല്ലൊരു ഒരാകൃതിയുണ്ട്, ഒരു നിറമുണ്ട്, ഇത്രയും നിറമുള്ള ആകൃതിയുണ്ട് എന്ന് പറയും. അപ്പോൾ ഇത് പൂവാണെന്ന് ആരാ പറഞ്ഞു? ഈ ചെവി, കണ്ണ് ഇതിൻ്റെ രൂപം കൊണ്ട് മനസ്സിൽ കൊടുത്തു. മനസ്സ് അങ്ങോട്ട് ചെന്ന് കാണുകയോ ചെയ്യുന്നു. മനോവൃത്തി അവിടെ ചെന്നിട്ട് തടാകാരാകുമ്പോഴാണല്ലോ നമ്മൾ അറിയുന്നത്. അതുപോലെ മണം, മൂക്ക് ആ മണം കൊണ്ട് മനസ്സിൽ വരുന്നു. അപ്പം ഇത് ഇതൊരു പൂവാണ്, ഇന്ന മണമുള്ള ഇന്ന പൂവാണ് എന്ന് പറയുന്നത് ബുദ്ധിയാണ്, അല്ലേ? മനസ്സിനെ കൊണ്ട് എല്ലാം മനസ്സിൽ കൊണ്ടുവരുമ്പോൾ ബുദ്ധിയാണ് നിശ്ചയിക്കുന്നത്. ബുദ്ധി നിശ്ചയിക്കുന്നത് തെറ്റിപ്പോയാൽ നമ്മൾ വേറൊന്നായിട്ടാണ് അറിയുന്നത്. അപ്പോൾ ബുദ്ധിയാണ് നിശ്ചയിക്കുന്നത് ഇത്. അതുകൊണ്ടാണ് ഈ സംഘാതങ്ങളെല്ലാം എപ്പോഴും ഒരിക്കലും അത് സ്വതന്ത്രമല്ല, പരതന്ത്രമാണ്. കാരണം ഞാൻ കണ്ണുകൊണ്ട് കാണുന്നു എന്ന് പറയുമ്പോൾ ഞാനല്ലേ അത്, എനിക്ക് വേണ്ടിയല്ലേ അത് പോയി കാണുന്നു. അങ്ങനെ എല്ലാ ഇന്ദ്രിയങ്ങളെ കൊണ്ടും കാണുന്നു എന്ന് പറയുമ്പോൾ എല്ലാ ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്നത് എനിക്ക് വേണ്ടിയാണ്, ഞാൻ എന്നുള്ള ഒരു ഇതിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. കരണേഷു അവിശേഷേണ ദക്ഷിണാക്ഷിണി ഉപലബ്ധി പാടവദർശനങ്ങൾ. ഈ എല്ലാ കരണങ്ങൾ കൊണ്ട് അറിയുന്നുണ്ടെങ്കിലും ദക്ഷിണാക്ഷിയിലാണ് കൂടുതൽ സാമർഥ്യം. ദക്ഷിണാക്ഷിക്കാണ് കൂടുതൽ സാമർഥ്യം വിഷയങ്ങളെ മനസ്സിലാക്കി. അതുകൊണ്ടാണ് അവിടെ ദക്ഷിണാക്ഷിയിലിരിക്കുന്നു എന്ന് പറയുന്നത്. വിശേഷേണ നിർദ്ദേശവും വിശ്വസ്യ ദക്ഷിണാക്ഷികതോ രൂപം ദൃഷ്ട്വാ നിമീലിതാക്ഷസ്തദേവ സ്മരൻ മനസ്സി അന്തഃപ്രജ്ഞ ഇവ തദേവ വാസനാരൂപാഭിവ്യക്തം പരിശീലി. നമ്മളൊരു വസ്തു കണ്ടിട്ട് കണ്ണടയ്ക്കുക. കണ്ണടച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിനൊരു ഓർമ്മ വരും, അല്ലേ? അത് ബാഹ്യവിഷയമല്ലല്ലോ, മനസ്സിലുള്ള വിഷയത്തെയായിരുന്നു. മനസ്സിലുള്ള വിഷയത്തെ നമ്മൾ ഓർക്കുക, അതിനെ ചിന്തിക്കുക എന്ന് പറയുന്നത് ഈ സൂക്ഷ്മ ഇതിനെ അറിയുന്നത് തൈജസ്സനാണല്ലോ. അപ്പോൾ നമ്മൾ കണ്ട ഒരു വിഷയം കാണിച്ചതിന് പോയി നമ്മൾ പിന്നെ അതിനെ ഓർത്തിട്ട് ആ വിഷയം അറിയുക, അത് തൈജസ്സനല്ലേ അറിയുന്നു, സൂക്ഷ്മ വിഷയമല്ലേ.
ആ തൈജസ്സിനാണ് അറിയുന്നതെങ്കിൽ അത് ഉറക്കത്തിൽ വെച്ച് നമുക്ക് ഉണർന്നിരിക്കുമ്പോൾ തന്നെ ആ ചിന്ത വരാം. അപ്പോൾ ഉണർന്നിരിക്കുമ്പം തന്നെ ഈ ശരീരത്തിൽ ഉണർന്നിരിക്കുമ്പം തന്നെ ആ തൈജസ്സിൻ്റെ അനുഭവം ഉണ്ടാകുന്നുണ്ട് നമുക്ക്. സ്വപ്നൈവ തദൈവ വാസനാരൂപാഭിവ്യക്തം പശ്യതി തഥാത്ര തഥാ സ്വപ്നെ. അതുപോലെ തന്നെയാണ് സ്വപ്നം കാണുന്നത്. നമ്മൾ ഒരു വിഷയത്തെ കണ്ടിട്ട് പിന്നീട് അതിനെ ഓർക്കുന്നത് പോലെയാണ് സ്വപ്നം കാണുന്നത്. പിന്നെ ഒരു വിഷയത്തെ അങ്ങനെയാണല്ലോ സ്വപ്നം കാണുന്നത്. അതः മനസ്സി അന്തസ്തു തൈജസഃ അപി വിശ്വയേവ. അതുകൊണ്ട് എന്താണ് മനസ്സിലിരിക്കുന്ന ഈ തൈജസ്സിനും വിശ്വം തന്നെയായിരുന്നു. അത് ഏകേവ കൃതാസ്മൃതാന്നല്ലോ. അപ്പോൾ ഇവിടെ സാക്ഷി ഇവിടെ നമ്മൾ ജീവൻ ഒരു വസ്തുവിനെ അറിഞ്ഞു, വിശ്വൻ. ആ സമയത്ത് വിശ്വൻ എന്ന് പറഞ്ഞു. പിന്നെ അതിനെ ഓർക്കുന്നു, സൂക്ഷ്മമാണ്. അപ്പോൾ അതിനെ തൈജസ് എന്ന് പറയുന്നത്. വിശ്വനാണോ ഓർക്കുന്നത്? ഓർക്കുമ്പോൾ വിശ്വൻ എന്ന് പറയാൻ പറ്റത്തില്ല. നേരെ പ്രത്യക്ഷമായിട്ട് വിശ്വൻ. പ്രത്യക്ഷമായിട്ട് അനുഭവിക്കുമ്പോൾ വിശ്വൻ, ഓർക്കുമ്പോൾ അത് തൈജസ്. ഓർക്കുന്നത് ആ ജീവൻ തന്നെ. വിജ്ഞാനവാനാണല്ലോ എല്ലാം ചെയ്യും. വിജ്ഞാനവാൻ സ്ഥൂലശരീരാഭിമാനിയായിരിക്കുമ്പോൾ വിശ്വം എന്ന് വിളിക്കുന്നു. സൂക്ഷ്മശരീരാഭിമാനിയായിരിക്കുമ്പോൾ തൈജസ്സനായിരിക്കും. പരസ്പരം വിശ്വനും തൈജസ്സും തമ്മിൽ അറിയുന്നത്. അതിലെ സ്വപ്നാഭിമാനി എന്നും ജാഗ്രതാഭിമാനി പുരുഷൻ എന്ന് പറഞ്ഞത്. ഇവിടെ അപ്പോൾ ഓർക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ സൂക്ഷ്മമല്ലേ അനുഭവം? സൂക്ഷ്മമായിട്ടല്ലേ അനുഭവം? ഇപ്പോൾ അത് വിശ്വം തന്നെയാണ് അനുഭവം. അറിയുന്നത് വിജ്ഞാനവാനായ ജീവനാണ് എല്ലാത്തിനെയും. ഓരോന്നിനെയും നമ്മൾ ഇപ്പം ഞാനിതെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരാളിനെ അവിടുന്ന് ബുദ്ധി പിൻവലിക്കുക. അതാണല്ലോ നമുക്ക് ആവശ്യം. ഇത് സത്യമല്ല, സത്യത്വ ബുദ്ധിയെ മാറ്റുക എന്നുള്ളതല്ലേ. സ്വപ്നെ അതഃ മനസ്സി അന്തസ്തു തൈജസോപി വിശ്വേവ. ആ ചൈതന്യം തന്നെയാകുന്നു. ആകാശേ ച ഹൃദി സ്മരണാഖ്യ വ്യാപാരോപരമി. സ്മരണാഖ്യ വ്യാപാരം നമ്മളിപ്പോൾ കണ്ടു, വിശ്വൻ കണ്ടു, പിന്നെ തൈജസ്സിനെ ഓർമ്മിച്ചു. അത് രണ്ടും അങ്ങനെ എല്ലാം ഒരുമിച്ച് കഴിയുമ്പോൾ പ്രാജ്ഞ ഏകീഭൂതോ ഘനപ്രജ്ഞയേവ ഭവതി. അപ്പോൾ ഒന്നും ഓർക്കാതിരുന്നാൽ ഘനപ്രജ്ഞനായിരിക്കും. അപ്പോൾ ഉറങ്ങിയ പോലെ ഇരിക്കും. അല്ല, ഒന്നും കാണാതിരുന്ന് ഉറങ്ങിയ പോലെ ഇരിക്കും. കാണുകയും ഇല്ല, ചിന്തിക്കുകയും ഇല്ല. ഭവതി മനോവ്യാപാര അഭാവാദം. മനോവ്യാപാരം ഇല്ല അവിടെ. ദർശനസ്മരണേ ഏവ ഹി മനസ്പന്ദിതേ തദഭാവേ ഹൃദ്യേവ അവിശേഷേണ പ്രാണാത്മന അവസ്ഥാനം. മനസ്പന്ദനം, മനസ്സിളകിയെങ്കിൽ മാത്രമേ കാണുകയോ ഓർക്കുകയോ ചെയ്യുള്ളൂ. ഇത് രണ്ടുമില്ലെങ്കിൽ മനസ്സടങ്ങി അദ്ദേഹത്തെ തന്നെയായിരിക്കും. പ്രാണാത്മന അവസ്ഥാനം, പ്രാണസ്വരൂപത്തിലാണ് ഇരിക്കുന്നത്. പ്രാണൻ എന്താണെന്നുള്ളതാണ്. ഇവര് ഇത് പറയുന്നത് എൻ്റെ ഒരു ഊർജം ആണ് പ്രാണൻ, ഇല്ലേ വാസ്തവത്തിൽ? ഇപ്പം പ്രാണൻ എന്ന് പറയുന്നത്, ഈ ഊർജം എന്ന് പറയുമ്പോൾ വെറും ഭൗതികമായിട്ട്, പ്രാണൻ എന്ന് പറയുമ്പോൾ അവിടെ ഈശ്വര സാന്നിധ്യമുണ്ട്, ഈശ്വര പ്രതിബിംബമുണ്ട്. മനസ്പന്ദിതേ തദഭാവേ ഹൃദിയേവ അവിശേഷേണ പ്രാണാത്മന അവസ്ഥാനം. പ്രാണോ ഏവൈതാൻ സംവൃത്തെ. ഉപനിഷദ്വാക്യമുണ്ട്, പ്രാണൻ എല്ലാറ്റിനെയും ഇങ്ങനെ തന്നിലേക്ക് അടക്കുന്നു. സംവരത്തെ ചാന്തോക്യം. ഇത് ശ്രുതേ തൈജസോ ഹിരണ്യഗർഭോ മനസ്തത്വ. തൈജസ് എന്ന് പറയുന്ന ഹിരണ്യഗർഭൻ, അതിന് സമഷ്ടി ഹിരണ്യഗർഭൻ, തൈജസൻ വ്യഷ്ടി. ഇത് രണ്ടും മനസ്തത്വമാണ്, മനസ്സിലാണ് പോകുന്നത്. ഇതെല്ലാം മനസ്സിലാണ് ഇരിക്കുന്നത്. ലിംഗം മനഃ മനോമയോയം പുരുഷ ഇത്യാദി ശ്രുതിക്കുക. മനോമയോയം, ഈ പുരുഷൻ എന്ന് പറയുന്നത്, ഈ ജീവൻ എന്ന് പറയുന്നത് മനസ്സിൻ്റെ മനസ്സിലുള്ള വിശേഷ ചൈതന്യമാണല്ലോ, അല്ലേ ജീവൻ.
ജീവനെന്ന് പറയുന്നത്. അപ്പോൾ ജീവൻ മനോമയോയം പുരുഷ, ഈ പുരുഷൻ എന്ന് പറയുന്നത് മനോമയനാണ്. അതായത് മനസ്സിനോട് കൂടിയവനാണ്, മനസ്സിൽ തന്നെ ഇരിക്കുന്നവനാണ്. മനോമയോയം പുരുഷ ഇത്യാദി ചോദ്യം. വ്യാകൃത പ്രാണ, ഇവിടെ ഒരു പൂർവപക്ഷം വന്നു. വ്യാകൃത പ്രാണ സുഷുപ്തേ, വ്യാകൃത പ്രാണ സുഷുപ്തേ തദാത്മകാനി കരണാനി ഭവന്തി കഥം അവ്യാകൃത. ഇവിടെ വിഷയങ്ങളെല്ലാം അവ്യാകൃതമായിട്ട് പ്രാണൻ ലയിച്ചിരിക്കുന്നു എന്നാണല്ലോ പറഞ്ഞത്. സുഷുപ്തി അതെങ്ങനെ സംഭവിക്കും? പിന്നെ ഈ പ്രാണൻ എന്ന് പറയുന്നത് സുഷുപ്തിയിലും വ്യാകൃതനാണല്ലോ എന്നാണ് ഇവിടെ ഒരു സംശയം വന്നത്. കാരണം നമ്മൾ ശ്വാസോച്ഛ്വാസം ഉറങ്ങിക്കിടക്കുന്ന ആൾ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അവ്യാകൃതം എന്നെങ്ങനെ പറയും? തദാത്മകാനി കരണാനി എന്ന് പറയുമ്പം പ്രാണൻ വ്യാകൃതമാണെങ്കിൽ തദാത്മകാനി എന്ന് പറയുമ്പോൾ ആ ഇന്ദ്രിയങ്ങളും തദാത്മകങ്ങൾ, അതായത് വ്യാകൃതങ്ങളായിട്ടിരിക്കണ്ടേ. ഇപ്പം ഉറങ്ങിക്കിടക്കുന്ന ഒരാൾക്ക് ശ്വാസോച്ഛ്വാസം ചെയ്യാം, അവർ പിന്നെ എന്താ മരിച്ച പോലല്ലേ ഉറങ്ങിക്കിടക്കുന്നത്, പ്രാണനുണ്ട്. അപ്പോൾ ഈ പ്രാണസഞ്ചാരം ഉള്ളത് അന്യർക്കറിയാം, ശബ്ദം കൊണ്ടും ഒക്കെ അറിയാൻ സാധിക്കും, ജീവൻ ചൂട് കൊണ്ടും ഒക്കെ അറിയാൻ പ്രാണനുണ്ട്. അപ്പോൾ പ്രാണൻ വ്യാകൃതനായിട്ടിരിക്കുന്നതുകൊണ്ടല്ലേ പ്രാണൻ സഞ്ചരിക്കുന്നത്. അപ്പം അവ്യാകൃതമായിട്ട് പ്രാണനോട് ചേർന്നിരിക്കുന്നു എന്ന് എങ്ങനെ പറയാൻ പറ്റും? അത് ശരിയാണോ? അവ്യാകൃതമാണോ വ്യാകൃതമാണോ? ഈ ഉറക്കത്തിൽ ഈ കരണങ്ങൾ വ്യാകൃതങ്ങളാണോ അവ്യാകൃതങ്ങളാണോ? അതാണ് സംശയം. കഥം അവ്യാകൃതത മനുഷ്യദോഷം അവ്യാകൃതസ്യ ദേശകാല വിശേഷാഭാവം. വ്യാകൃതം എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ദേശകാല ആവിശേഷം. അവിടെ ഇന്ന ദേശത്തിരിക്കുന്നു, ഇന്ന കാലത്തിലിരിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. ആ വിശേഷം ഒന്നും ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയ്ക്കാണ് അവ്യാകൃതം എന്ന് പറയുന്നത്. ദേശകാലം ഉള്ളപ്പോൾ ഈ ദേശത്ത് ഇവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ വ്യാകൃതമാണ്. അതേസമയം നമ്മളിങ്ങനെ ഉറങ്ങുവാണെങ്കിലോ നമ്മൾ ഏത് ദേശത്താണ് ഏത് കാലത്താണ് വല്ലതും അറിയാൻ ഒന്നും അറിയാനില്ല. അപ്പോൾ അവ്യാകൃതമാണ്. യദ്യപി പ്രാണാഭിമാനേ സതി വ്യാകൃതത ഏവ പ്രാണസ്യ തഥാപി പിണ്ഡപരിച്ഛിന്ന വിശേഷാഭിമാന നിരോധ. യദ്യപി പ്രാണാഭിമാനേ സതി വ്യാകൃതത ഏവ പ്രാണാഭിമാനം. അപ്പോൾ പ്രാണാഭിമാനം ഉണ്ടെങ്കിൽ വ്യാകൃതമാണ്. ഇപ്പം ഞാനിങ്ങനെ ശ്വാസം പിടിച്ച് ശ്വാസം വലിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നതൊക്കെ പറഞ്ഞാൽ വ്യാകൃതമാണല്ലോ പ്രാണനോട്. അപ്പം പ്രാണാഭിമാനേ സതി വ്യാകൃതത ഏവ പ്രാണസ്യ തഥാപി പിണ്ഡപരിച്ഛിന്ന വിശേഷാഭിമാന നിരോധ പ്രാണി ഭവതി. പിണ്ഡപരിച്ഛിന്ന വിശേഷാഭിമാന നിരോധ പ്രാണേ ഭവതി. ഞാൻ എൻ്റെ ശ്വാസം എൻ്റെ പ്രവൃത്തികൾ എന്നൊക്കെ വിചാരിക്കുമ്പോഴാണല്ലോ എൻ്റെ ശരീരത്തിൽ ആ ഒരു പിണ്ഡപരിച്ഛേദം, എൻ്റെ ശരീരത്തിൽ അത്ര സ്ഥലത്തിരിക്കുന്ന പ്രാണനെക്കുറിച്ച് ഞാൻ അറിയുന്നത്. അപ്പോൾ അതേസമയം ഉറങ്ങുമ്പം അങ്ങനെ അഭിമാനത്തെ നിരോധിച്ചിരിക്കുകയാണ്. ഉറങ്ങുമ്പോൾ ഞാൻ എന്നടുത്ത് കിടന്നുറങ്ങുന്നു അല്ലെ എന്ന് ആർക്കൊരു ഓർമ്മ വരുന്നു. അപ്പോൾ ശരീരത്തെ പിണ്ഡപരിച്ഛേദമില്ല. നമ്മുടെ ശരീരം ഇത് പ്രത്യേകിച്ചിരിക്കുന്നതാണെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല, അറിയുന്നില്ല. അത് അവ്യാകൃതം തന്നെയാണ്. പ്രാണ ദശകാല പരിച്ഛേദമില്ലാത്തതുകൊണ്ട് ഈ അവ്യാകൃതമായിട്ടിരിക്കുകയാണ്. പ്രാണേ ഭവതി ഇതി അവ്യാകൃതയേവ പ്രാണ സുഷുപ്തേ പരിച്ഛിന്നാഭിമാനവതാം. പരിച്ഛിന്നമാണെന്ന് പറഞ്ഞവർക്ക് ഇപ്പം ഞാൻ പറയുകയാണ് പ്രാണൻ ഉറക്കത്തിൽ പരിച്ഛേദിച്ചിരിക്കുകയാണ്. ഉണർന്നിരിക്കുമ്പോഴാണ് പറയുന്നത്, ഉറങ്ങിയിരിക്കുമ്പോൾ ആരും പറയുന്നില്ല. ഉറക്കത്തിൽ എല്ലാവരുടെയും പ്രാണൻ അവ്യാകൃതമായിട്ട് തന്നെ ഇരിക്കുന്നു എന്ന് വെച്ചാൽ നമുക്ക് ദേശകാലങ്ങളെ അറിയുന്നു. ഓരോന്നും ഇന്ന ദേശത്ത് ഇന്ന കാലത്ത് ഇന്നൊന്നും അറിയുന്നില്ല. ഇപ്പം എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കാണുന്നു അല്ലെ അങ്ങനെയൊന്നും നമ്മൾ അറിയുന്നില്ല. തഥാ പ്രാണനെ പരിച്ഛിന്നാഭിമാന്യ പ്രാണേ അവ്യാകൃത യഥാ പ്രാണലയെ മരിക്കുമ്പോഴുണ്ടല്ലോ പരിച്ഛിന്നാഭിമാനിനാം പ്രാണ അവ്യാകൃത. പ്രാണൻ പരിച്ഛിന്നനാണ്, ഓരോ ശരീരത്തിനും പ്രത്യേകമാണ് പ്രാണൻ എന്ന് പറയുന്ന ആളിന് പോലും പ്രാണൻ അവ്യാകൃതമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. മരിക്കുമ്പോഴേ അവ്യാകൃതമാണ്. ഓരോരുത്തർക്കും ഞാൻ എൻ്റെ അടുത്ത് മരിക്കുന്നു പിന്നെ അന്നേരം എന്തെങ്കിലും അഭിമാനമുണ്ടോ? മരിക്കുന്ന ഒരാളിന് അതിനെക്കുറിച്ച് അഭിമാനമുണ്ടല്ലോ. ശരീരത്തെക്കുറിച്ചോ കരണങ്ങളെക്കുറിച്ചോ ഒന്നും അഭിമാനമില്ല. അപ്പം എല്ലാം അവ്യാകൃതമാണ്. അതുകൊണ്ട് അത് ഇല്ല എന്നർത്ഥമില്ല. ദേശകാലത്തിന്
ദേശകാലത്തോട് ചേർന്നല്ല ഇരിക്കുന്നത്, ദേശകാല പരിച്ഛിന്നമായിട്ടിരിക്കുന്നില്ല. അവ്യാകൃത തഥാ പ്രാണാഭിമാനോ അഭി വിശേഷാപത്തു. ഈ പരിച്ഛിന്നമാണെന്ന് അഭിമാനിച്ചാലും അപരിച്ഛിന്നമാണെന്ന് അഭിമാനിച്ചാലും പ്രാണം പോകുമ്പോൾ എല്ലാവരുടെയും അവ്യാകൃതം തന്നെയാണ്. അവ്യാകൃത സമാന പ്രസവ ബീജാത്മകത്വം ച തദധ്യക്ഷ ച ഏവോ അവ്യാകൃതാവസ്ഥ. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കാര്യം സ്വാമി നല്ലപോലെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇത് മനസ്സിലാക്കത്തത്. അരമണിക്കൂർ പറയാനിരുന്നത് തന്നെയാണ്. ഇതങ്ങനെ തീർക്കും, അതൊരു നല്ല അവ്യാകൃത സമാന പ്രസവ ബീജാത്മകത്വം ച തഥാ അധ്യക്ഷശ്ച ഏക അവ്യാകൃതാവസ്ഥ. അപ്പം ഈ അവ്യാകൃതം എന്ന് പറയുന്ന ആർക്കൊക്കെയാണ്? പ്രസവ ബീജാത്മകത്വം. അപ്പം സുഷുപ്തി എന്ന് പറയുന്നത് ബീജാവസ്ഥയാണ്. നമ്മുടെ എല്ലാ അനുഭവങ്ങളും ബീജാവസ്ഥയിലിരിക്കുന്നു. അവിടെ ഉണ്ട് അത് ആ ബീജം. അപ്പോൾ എപ്പോഴെങ്കിലും അത് തളർത്തു വരും, വലിയ വൃക്ഷമായിട്ട്. അപ്പോൾ ഈ ബീജാവസ്ഥ എന്ന് പറയുന്നത് ആ ബീജമായിട്ട് അല്പം പോലും വളരാതിരിക്കുന്ന ഒരവസ്ഥ, ഒരു അങ്കുരം പോലും വന്നിട്ടില്ല, ബീജമായിട്ടിരിക്കുക. പ്രസവ ബീജാത്മകത്വം, ആ ബീജമായിട്ടിരിക്കുക, അതിൽ നിന്ന് ഈ പ്രപഞ്ചം ഉത്ഭവിക്കുക. അതും അധ്യക്ഷൻ എന്ന് പറയുന്നത് ഒരു അധ്യക്ഷൻ്റെ ഇത് ഉണ്ടാകുക, പ്രപഞ്ചം ഈ ബീജത്തിൽ നിന്നും പ്രപഞ്ചമായിട്ട് പരിണമിക്കുക, എന്നുള്ള നമ്മുടെ അനുഭവങ്ങളായിട്ട് തീരുക എന്നുള്ളത് ഒരു അധ്യക്ഷനില്ലാതെ നടക്കത്തില്ല. വെറുതെ ഇത് തന്നെ നമുക്ക് ജനിക്കാനുണ്ട്. ഒരു വിത്ത് കിടന്നാൽ അത് വെറുതെ അതിനൊരു ഫോഴ്സ് ഉണ്ടെങ്കിലേ അത് പിന്നെ തളർത്തു വരുള്ളൂ. അപ്പോൾ ഇതിനൊരു അധ്യക്ഷൻ വേണം. ഈ ബീജാവസ്ഥയിൽ നിന്നും പ്രപഞ്ചാവസ്ഥയിലേക്ക് വരാൻ ഒരു അധ്യക്ഷൻ വേണം. ഈ ബീജാവസ്ഥ എന്ന് പറയുന്ന ഉറക്കമാണ്. നമ്മുടെ എല്ലാ സംസ്കാരവും അവിടെ ബീജാവസ്ഥയിലിരിപ്പുണ്ട്. അതിനെ അങ്കുരാവസ്ഥയിൽ വന്നിട്ട് ഒരു വൃക്ഷം പോലെ ഇത്രയും വിസ്തരിച്ച് വരുന്ന ഒരവസ്ഥയാണ് ജാഗ്രത. അവിടെ വരെ വരുന്നതിന് ഈ ജാഗ്രത നടക്കുന്നതിനും എല്ലാത്തിനും ഒരു അധ്യക്ഷൻ വേണം. ആ അധ്യക്ഷനും ഈ സർവ സംസ്കാരങ്ങളും യാതൊരു അധ്യക്ഷതയിലാണോ അത് നടക്കുന്നത്, അതെല്ലാം തന്നെ ഏകത്വവിധി പൂർവോക്തം വിശേഷേണ ഏകീഭൂത പ്രജ്ഞാനഘന ഇത്യാദി പറഞ്ഞു. അതെല്ലാം ഏകീഭൂതമായി, അവിശേഷം എല്ലാ സംഗതികളും ഏകീഭൂതമായിട്ട് ഒരുമിച്ച് പ്രജ്ഞാനഘനമായിട്ട്. അതായത് ഒരാൾ ഉദാഹരണം പറയും, മേഘം നമ്മളിവിടെ നോക്കുമ്പോൾ കാലത്ത് ഇരുണ്ടിങ്ങനെ മേഘം ഇരിക്കും, ഇപ്പോഴൊന്നും നമ്മൾ അറിയുന്നില്ല. അതേസമയം എൻ്റെ അടുത്ത് ചെന്ന് നോക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ ജലഗണങ്ങൾ കാണും. അതുപോലെ ഈ പ്രാണൻ അവ്യാകൃതമായിട്ടിരിക്കുന്നെങ്കിലും അതിൽ ഈ സംസ്കാരമെല്ലാം അടങ്ങിയിരിക്കും. വിശേഷേണ ഏകീഭൂത പ്രജ്ഞാനഘന ഇത്യാദി ഭവന് തസ്മിൻ ഉക്തഹേതുത്വാച്ച കഥം പ്രാണശബ്ദത്വം അവ്യാകൃതസന്ധി. ഇവിടെ നമുക്ക് എപ്പോഴും സംശയം വരുന്ന സംഗതിയല്ല. കഥം പ്രാണശബ്ദം അവ്യാകൃതം. അവ്യാകൃതം നമ്മളതിനെ പ്രാണൻ എന്ന് പറയും. അവ്യാകൃതം എന്നാൽ ദേശകാല വിശേഷമില്ല, അതെല്ലാം നമുക്കൊരു ഒന്നും അറിയപ്പെടുന്നില്ല, ഒന്നും അറിയാൻ വയ്യാത്ത ഒരു സംഗതിയാണ് നമ്മൾ അവ്യാകൃതം എന്ന് പറയും. ഈ പ്രാണൻ അവ്യാകൃതൻ എന്നെങ്ങനെ പറയാൻ പറ്റും? ഇപ്പം പ്രാണബന്ധനം ഹി സൗമ്യമാനഹ. നമുക്ക് പ്രമാണം ഉപനിഷത്താണ്. ഉപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ട് പ്രാണബന്ധനം ഹി സൗമ്യ മനഃ. എവിടെ അത്? ആരോട് പറഞ്ഞു? തത്വമസി പറയുന്നിടത്തേ തുടങ്ങുന്നതല്ലേ അത്? ധാരാളം ശേതകേതുവിനോട് പറയുന്നതാണ്. ഇതിപ്പോൾ എല്ലാം പറഞ്ഞിട്ട് എന്നിട്ട് അദ്ദേഹം പറയും പ്രാണബന്ധനം സൗമ്യമാണ്. പ്രാണൻ എന്ന് പറഞ്ഞാൽ സർവപ്രപഞ്ചത്തിനും കാരണമായിരിക്കുന്ന പ്രാണവിശിഷ്ട ചൈതന്യമാണ് ഈശ്വരൻ. സകല ഊർജ്ജം അതിലിരിക്കുകയാണ്. അതാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. ഈ ബ്രഹ്മമാകുന്ന അധിഷ്ഠാനത്തിൽ ഈശ്വരൻ, പ്രാണൻ, ഈ അന്തര്യാമി അധിഷ്ഠാനമുണ്ടല്ലോ. അധിഷ്ഠാനം എന്ന് പറഞ്ഞാൽ കേവല ബ്രഹ്മം. അന്തര്യാമി എന്ന് പറയുന്നത് ഇതിൽ പ്രവേശിച്ച ചൈതന്യം. അപ്പോൾ ആ പ്രവേശിച്ച ചൈതന്യമാണ് അന്തര്യാമി.
ഈ പ്രാണൻ അന്തര്യാമിയോട് കൂടിയാണ് ഇരിക്കുന്നത്. അതിൽ പ്രതിബിംബിച്ച ചൈതന്യത്തോടു കൂടി, അതിൽ പ്രതിബിംബിച്ച ചൈതന്യത്തെയാണ് നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്നത്. ആ ഈശ്വരൻ ഈ അധിഷ്ഠാനത്തോട് ചേരാതിരിക്കാൻ പറ്റില്ല, അതിന് നിലനിൽപ്പില്ല, അത് ചേർന്നിരിക്കുള്ളൂ. അതാണ് ആ പ്രാണനോട് ബന്ധനം ഹി സൗമ്യ മനഃ. മനസ്സെന്ന് പറയുന്നത് നമ്മുടെ മനസ്സെന്ന് പറയുന്നത് മനസ്സ് ചൈതന്യത്തോടാതിരിക്കത്തില്ല. അപ്പം ചൈതന്യ വിശിഷ്ടമായ മനസ്സാണ് ജീവൻ. ജീവൻ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ ഉള്ള ആ ബ്രഹ്മചൈതന്യമാണ്, ആത്മചൈതന്യമാണ്. അപ്പോൾ അവിടെ അന്തര്യാമിയുണ്ട്, അധിഷ്ഠാനമുണ്ട്. അതാണ് മനസ്സെന്ന് പറയുന്നത്. അപ്പോൾ ഈ മനസ്സെന്ന് പറയുന്നത് എപ്പോഴും ഈ സമഷ്ടി പ്രാണനോട് ബന്ധിച്ചേ ഇരിക്കും. കാരണം മനസ്സും പ്രാണൻ്റെ ഒരു അംശമാണ്. അത് മനസ്സിനോട് സമഷ്ടി പ്രാണനോട് ബന്ധിച്ചേ ഇരിക്കുള്ളൂ. അതായത് ഈ ജീവൻ ഈശ്വരനോട് ബന്ധിച്ചേ ഇരിക്കുള്ളൂ എപ്പോഴും. പ്രാണബന്ധനം സൗമ്യ മനഃ മനു തത്ര സദൈവ സൗമ്യ ഏതി പ്രകൃതം സദ്ബ്രഹ്മ പ്രാണശബ്ദവാച്യം. ഇവിടെ നമ്മൾ ഈ ചാന്തോക്യം പഠിക്കുമ്പോഴേ ഈ വ്യാഖ്യാനം അവിടെ കൊടുത്തിട്ടുണ്ട്. സ്വാമിയുടെ ചില വ്യാഖ്യാനങ്ങൾ അവിടെ ആയിരിക്കില്ല, വേറൊരു സ്ഥലത്തായിരിക്കും ഇരിക്കുന്നത്. അപ്പം തത്ര സദൈവ സൗമ്യ ഇത് പ്രകൃതം സദ്ബ്രഹ്മ പ്രാണശബ്ദവാച്യം. അപ്പം സദൈവ ആസീതെന്നാണല്ലോ പറയുന്നത്. ഈ ഉദാഹരണം ഉപദേശിക്കാൻ പറയുന്നത് സദൈവ ആസീത്, സദൈവ ആഗ്രഹാസീത്. ഇപ്പോൾ പ്രപഞ്ച സൃഷ്ടിക്ക് മുൻപ് സത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ സദ്ബ്രഹ്മ, ആ സത്തെന്ന് ഇവിടെ വിശേഷിപ്പിച്ച ആ ബ്രഹ്മം പ്രാണശബ്ദവാച്യം. അത് പ്രാണൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥമാണ്. കാരണം ഈ സദ്ബ്രഹ്മ പ്രാണശബ്ദവാച്യമാണ്. പ്രാണൻ എന്ന് പറഞ്ഞാൽ ഒരു ഈ പ്രപഞ്ചത്തിൽ ഒന്നും തന്നെ അന്തര്യാമി ഇല്ലാതിരിക്കത്തില്ല. അന്തര്യാമി വേണം, അധിഷ്ഠാനം വേണം. അപ്പം ഈ പ്രാണൻ്റെ അധിഷ്ഠാനം ബ്രഹ്മമാണ്. പക്ഷേ അതിൻ്റെ അകത്ത് പ്രതിബിംബിച്ച ചൈതന്യം അന്തര്യാമി, അതാണ് സദ്ബ്രഹ്മം. പ്രാണൻ അതൊരു പുരുഷനാണോ അല്ലെങ്കിൽ അത് ചൈതന്യമാണോ, പ്രാണൻ അതിന് ഉപാധിയോടുകൂടിയിരിക്കും. അതാണ് സദൈവ സദ്ബ്രഹ്മ എന്ന് പറഞ്ഞത്. സദൈവ ബ്രഹ്മ സദൈവ സൗമ്യായത് പ്രകൃതം സദ്ബ്രഹ്മ പ്രാണശബ്ദവാച്യം. അപ്പം സദ്ബ്രഹ്മ പ്രാണശബ്ദവാച്യം നൈഷദോഷം. ബീജാത്മകത്വാഭ്യുപഗമാൽ സതഃ. ഇവിടെ സത് ഏവ ആസീതെന്ന് പറഞ്ഞെടുത്ത് ഇത് ബീജാത്മകത്വം പിന്നെ ഈ പ്രപഞ്ചത്തിനുള്ള ബീജം ഈ സത്തിൽ അടങ്ങിയിരിക്കുന്നു. അതിനോടുകൂടിയ ചൈതന്യത്തെയാണ് ഇവിടെ സദ്ബ്രഹ്മ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പ്രപഞ്ചം ഉണ്ടാകത്തില്ല. ബീജാത്മകത്വ അഭ്യുപഗമാൽ സതഃ യദ്യപി സദ്ബ്രഹ്മ പ്രാണശബ്ദവാച്യം. ഈ സദ്ബ്രഹ്മ എന്ന് പറഞ്ഞത് ഇതിനർത്ഥം പ്രാണശബ്ദമാണ്. പ്രാണശബ്ദം കൊണ്ട് സദ്ബ്രഹ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തത്ര തഥാപി ജീവപ്രസവ ബീജാത്മകത്വം അപരിത്യജ്യേവ. അങ്ങനെ സദ്ബ്രഹ്മയാണെങ്കിൽ, അത് പ്രാണശബ്ദവാച്യമാണെങ്കിൽ അവിടെ ജീവന്മാർ ഉണ്ടാകുക, ഇത്രയും ജീവന്മാർ പ്രപഞ്ചം ഉണ്ടാകുക എന്നുള്ളതിൻ്റെ ബീജം അത് ഇങ്ങനെ വ്യക്തമായിട്ടില്ല. പക്ഷേ ബീജാവസ്ഥയിലിരിക്കുന്നു. ബീജാത്മകത്വം അപരിത്യജ്യേവ. അത് തീർച്ചയായും പരിത്യജിക്കാനേ പറ്റത്തില്ല, അതങ്ങനെ ഇരിക്കൂ. പരിത്യജ്യേവ. പ്രാണശബ്ദത്വം സതഃ സച്ഛബ്ദവാച്യതാച്ച. അപ്പം പ്രാണശബ്ദത്വം സതഃ സച്ഛബ്ദവാച്യത ച. സത്തിനെ പ്രാണൻ എന്ന ശബ്ദം കൊണ്ട് നമ്മൾ വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഈ ബീജത്തോട് തന്നെ ചേർന്നായിരിക്കും, ബീജാത്മകമായിരിക്കും. ഇത് ഈ നിർബീജരൂപം വിവക്ഷിതം. ഈ നിർബീജ കേവല ബ്രഹ്മത്തെയാണ് പറയുന്നതെങ്കിൽ, ഒരു വിഷയമില്ലാത്ത നിർവിശേഷ ബ്രഹ്മത്തെയാണ് പറയുന്നതെങ്കിൽ ഇങ്ങനെയല്ല പറയേണ്ടത്, സദ്ബ്രഹ്മ എന്നല്ല പറയേണ്ടത്. പിന്നെ വിവക്ഷിതം ബ്രഹ്മാപേക്ഷ നേതി. അതായത് സമയം നേതി പറയുന്നിടത്ത് പറയുന്നത് ഈ ബ്രഹ്മത്തെ പറയാൻ ഈ ഒരു എണ്ണം മാത്രമേ ഉള്ളൂ, നേതി. അല്ലാതെ ഇതാണ് ബ്രഹ്മം എന്നാർക്കും പറയുന്നത്. ഇതല്ല എന്നുള്ള ബ്രഹ്മം അല്ലാത്തതിനെയല്ല. അതാണ് ബാധാവധി എന്ന് പറയുന്നത്. എല്ലാം ബാധിക്കാൻ വയ്യാത്ത ഒരെണ്ണം വരും. ഏതുകൊണ്ട് ഇതിനെയെല്ലാം ബാധിച്ചോ അതിനെ ആർക്കും ബാധിക്കാൻ സാധ്യമല്ല.
തത്വമസി പിന്നെ അതേ പ്രകടനത്തിന് വരുന്നതാണ്. ആത്യന്തികമായ അത് മനനം ചെയ്യാനുള്ളത്. അപ്പോൾ അവിടെ പ്രാണവിശിഷ്ട ചൈതന്യത്തെയാണ് അവിടെ പ്രാണവിശിഷ്ടത്തെ പറയാൻ പറ്റൂ, അല്ലാത്ത ബ്രഹ്മത്തെ പറയണമെങ്കിൽ ഇങ്ങനെ പറയണം. നേതി നേതി യഥോ വാചോ നിവർത്തന്തി. എവിടെയാണോ സകല നമ്മുടെ വാചക സകല കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും അടങ്ങുന്നത്. യഥോ വാചോ നിവർത്തന്തി അപ്രാപ്യ മനസാസഹ. നമ്മുടെ കരണങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ എവിടെ നിന്നാണോ പിന്തിരിയുന്നത് അവിടെയാണ് ശരിയായ ബോധം. സ്വാമികളുടെ വ്യാഖ്യാനത്തിൽ കേവല ചൈതന്യത്തിൻ്റെ അവിടെ നാസിപദം കൊണ്ട് അവിടെ നിർണ്ണയിക്കുന്നത് നോക്കിയാലേ എനിക്ക് പറയാൻ പറ്റും. നാസിപദം കൊണ്ട് സച്ചിദാനന്ദത്തിന് അതീതമായിട്ടുള്ള അത് പിന്നെ സ്വാമി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, എല്ലാത്തിനും അതീതമാണ്. സദസ് ഒരു 4 വാക്യങ്ങൾ പറഞ്ഞിട്ടില്ല. പിന്നെ സച്ചിദാനന്ദാതീതം ഇങ്ങനെ കുറേ വാചകങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്താ പറയുന്നത്? അന്യദേവ തദ്വിദിതാത് അഥോ അവിദിതാത് ഇത്യവക്ഷ്യം ന സത്വം നാസതുച്യത. ഇങ്ങനെയൊക്കെ വേണമായിരുന്നു പറയാം, അല്ലാതെ പ്രാണസത്വമല്ല പ്രയോഗിക്കുന്നത്. നിർബീജതയാ ഏവ ചേസതി ദീനാനാം സുഷുപ്ത പ്രളയോഹോ പുനരുത്ഥാനാനുപപത്തി സ്യാത്. നിർബീജതയാ ഏവ. ഇപ്പം നിർബീജതയാണ് പ്രാണൻ കൊണ്ട് സദ്ബ്രഹ്മ എന്നുള്ളത് കൊണ്ട് നിർബീജ ബ്രഹ്മത്തെയാണ് പറഞ്ഞിരുന്നതെങ്കിൽ ദീനാനാം സുഷുപ്ത പ്രളയോഹോ, സുഷുപ്തിയിലെല്ലാം ലയിച്ചിരിക്കുന്നു നമ്മൾ, പ്രളയത്തിൽ പ്രപഞ്ചം പൂർണ്ണമായിട്ട് ലയിച്ചിരിക്കുന്നു എന്ന് പറയും. ആ സമയം അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്നും പുനരുത്ഥാനാനുപപത്തി സ്യാത്. പുനരുത്ഥാനം ഉണ്ടാകുന്നതിന് ബീജം അല്ലെങ്കിൽ എങ്ങനെ ഉണർന്നു വരുന്നു? ഒരു ബീജം ഉണ്ടായിട്ടല്ലേ വിളിച്ചു വരുന്നു, അല്ലെങ്കിൽ എങ്ങനെ വ്യക്തമാകും? വിളിക്കുക എന്ന് പറഞ്ഞാൽ വ്യക്തമാകും. അപ്പം ബീജം ഉണ്ടെങ്കിലേ അത് വ്യക്തമായിട്ട് വരും. അതുപോലെ ഇവിടെ ഈ പ്രപഞ്ചം ബീജാവസ്ഥയിലായിട്ടാണ് നമ്മൾ ഉണർന്നു വരുമ്പോൾ പ്രപഞ്ചം കാണുന്നത്. ഇല്ലെങ്കിൽ പ്രപഞ്ചം കാണത്തില്ല. എങ്ങനെ? ഇല്ലല്ലോ, ബീജമില്ലല്ലോ, പിന്നെ എങ്ങനെ കാണും? നിർബീജതയാ ഏവ ദേവസതി ദീനാനാം സുഷുപ്ത പ്രളയോഹോ പുനരുത്ഥാനാനുപത്തി സ്യാത് മുക്താനാം ച പുനരുത്പത്തി പ്രസംഗഃ. ഇനിയും ഇനി പുനരുത്ഥാനം ചെയ്യുന്നു എന്ന് വെച്ചാൽ മുക്തന്മാരും ഉൽപ്പത്തി ബീജമില്ല. അപ്പോൾ ഒന്നുകിൽ എല്ലാം ലയിക്കുക, അല്ലെങ്കിൽ ഒന്നും ലയിക്കാതിരിക്കുക, രണ്ടേ വരുവുള്ളൂ. അപ്പോൾ പുനരുത്പത്തി, ഈ മുക്തനും ഈ പ്രപഞ്ചം നിർബീജമായ ഒരു ബ്രഹ്മത്തിൽ നിന്നും പ്രപഞ്ചം ഉണ്ടായി എന്ന് പറയുകയാണെങ്കിൽ ഈ മുക്തനും ഉൽപ്പത്തി ഉണ്ടാകണമല്ലോ. മുക്തനും ഉൽപ്പത്തി ഉണ്ടാകണമല്ലോ. അതായത് എല്ലാം കൂടെ പ്രളയിച്ചു, അതിൽ നിന്നും ഉൽപ്പത്തി ഉണ്ടായി. മുക്തനെന്താ വിശേഷം? മുക്താനാംച പുനരുൽപ്പത്തി പ്രസംഗ ബീജാഭാവ വിശേഷ. എന്തുകൊണ്ടെന്നാൽ ബീജാഭാവം, ഒന്നിനും ബീജമില്ല. നമ്മൾ ആ സബീജമായ ബ്രഹ്മത്തെ അല്ല മനസ്സിലാക്കുന്നതെങ്കിൽ, ഒന്നിനും ബീജമില്ലെങ്കിൽ ഇപ്പം പ്രളയിച്ചു കഴിഞ്ഞാൽ എല്ലാം ഒരേപോലെ തിരിച്ചു ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാകുന്നില്ല. ജ്ഞാനദാഹ്യ ബീജാഭാവേജ ജ്ഞാനാനർത്ഥക്യ പ്രസംഗ. ജ്ഞാനദാഹ്യ ബീജാഭാവം. ഈ ബീജം എന്ന് പറയുന്ന അവിദ്യയാണ്. ആ വിദ്യ ജ്ഞാനം കൊണ്ട് ഇല്ലാതാകേണ്ടതാണ്. അപ്പോൾ ആ ജ്ഞാനദാഹ്യമായ ബീജം ഇല്ലെങ്കിൽ, ജ്ഞാനത്തിൽ ദഹിച്ചു പോകുന്ന ആ അവിദ്യ ഇല്ലെങ്കിൽ ബീജാഭാവേജ ജ്ഞാനാനർത്ഥക്യ പ്രസംഗം. പിന്നെ ജ്ഞാനം ഉണ്ടാകുന്നു. എനിക്ക് ഒരേ അനുഭവമാണെങ്കിൽ എന്തിനാ ജ്ഞാനത്തിന് പരിശ്രമിക്കുന്നത്? തസ്മാത് ഉപഗമേന ഏവ സതഃ പ്രാണത്വ വ്യപദേശഃ സർവശ്രുതിഷു ച കരണത്വ വ്യപദേശഃ. എല്ലാ ശ്രുതികളിലും എല്ലായിടത്തും ഈ പ്രാണശബ്ദം ബീജത്വം അതിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ബീജമില്ലെങ്കിൽ എന്താണ്? പ്രളയത്തിൽ എല്ലാം പ്രളയിച്ചു. പിന്നെ ബീജമില്ലാതെ തന്നെ പ്രപഞ്ചം പുതുതായിട്ടുണ്ടാകുകയാണെങ്കിൽ എല്ലാം വരണ്ടേ? അപ്പം ഈ ജ്ഞാനം സമ്പാദിച്ച് അവിദ്യ നശിച്ച ഒരാളിന് വിശേഷമുണ്ടോ? ജ്ഞാനം ഉണ്ടെങ്കിൽ എന്നെ വിശേഷമുള്ളൂ. വിദേഹമുക്തി
ജ്ഞാനബീജത്തെ അല്ല, ജ്ഞാനദാഹ്യ ബീജത്തെ അംഗീകരിക്കുന്നില്ല. എല്ലാവരും ഒരുപോലെ. അതഹ ഏവ അക്ഷരാൽ പരതപരഃ. അതിവിടെ അക്ഷരാൽ സബാഹ്യ അഭ്യന്തരോ ഹ്യജഃ. ബാഹ്യ അതെല്ലാം അറിഞ്ഞിരിക്കുന്ന അജനായ ആ ബ്രഹ്മം അത് അക്ഷരാൽ പരതപരഃ. അക്ഷരം വരെ നമ്മുടെ മനസ്സ് കൊടുക്കുന്നു. അക്ഷരം എന്ന് പറയുന്നത് ആകാശ ഉപാധിയോട് കൂടിയ ചൈതന്യമാണ് ആ അക്ഷരപുരുഷൻ. അവിടെ വരെ ചെല്ലുള്ളൂ. അതിൻ്റെ അപ്പുറത്ത് ഈ നിർവിശേഷ ചൈതന്യമാണ് അക്ഷരാൽ പരതപരഃ. അക്ഷരം ശ്രേഷ്ഠമായിരിക്കുന്ന ആ ചൈതന്യം. അവിടെ ആർക്കും ഒന്നും ചെയ്യാൻ, അവിടെ ആർക്കും ചെല്ലാനും പറ്റത്തില്ല. അതിനെ അറിയണമെങ്കിൽ എത്താൻ നേതി അക്ഷരാൽ പരതപരഃ. യതോ വാചോ നവർത്തന്തേ പ്രാപ്യ മനസാ സഹ നേതി ഇത്യാദിന ബീജത്വാപനയനേന വ്യപദേശം. അപ്പം പറഞ്ഞത് ചുരുക്കം, സദ്ബ്രഹ്മ എന്ന് പറഞ്ഞെടുത്ത് ബീജമുണ്ട്. ബീജമെന്ന് അവിദ്യയുണ്ട്. അതേസമയം നിർബീജ ബ്രഹ്മമാണെങ്കിൽ നേതി യതോ വാചോ നിവർത്തന്ത് ഇങ്ങനെയൊക്കെ ആയിരിക്കും പറയുന്നത്. ഇത്യാദിന ബീജവത്വാപനയനേന വ്യപദേശം. ബീജത്വം ഇല്ലാതെ തന്നെയാണ് പറയുന്നത്. താം അബീജാവസ്ഥാം തസ്സൈവ പ്രാജ്ഞശബ്ദവാച്യസ്യ തുര്യത്വേന ദേഹാദി സംബന്ധ ജാഗ്രതാദിരഹിതാം പാരമാർത്ഥികീം പൃഥക് വക്ഷ്യതി. താം അബീജാവസ്ഥാം, ബീജമില്ലാത്ത ആ അവസ്ഥ, ആ നിർവിശേഷ ബ്രഹ്മം എന്നുള്ള അതിനെക്കുറിച്ച് ദേഹാദി സംബന്ധ ജാഗ്രതാദിരഹിതാം, അവിടെ ആ പ്രാജ്ഞശബ്ദത്തിന് തുരീയത്വേന ദേഹാദി സംബന്ധ ജാഗ്രതാദിരഹിത, ഒന്നുമില്ലാതെ പാരമാർത്ഥികയും പരമാർത്ഥമായ ഒന്നിനോടും സംബന്ധമില്ലാത്ത ആ വസ്തുവിനെക്കുറിച്ച് തുരീയത്വേന, തുരീയ ഭാവത്തിൽ, ഇവിടെ 4 ഭാഗമാണല്ലോ പറഞ്ഞിരിക്കുന്നത്, 4ാം ഭാവത്തിൽ പറയുന്നതായിരിക്കും. എന്നാൽ കിഞ്ചിത് അവേദിഷം ഇത്യുക്തിതസ്യ. പിന്നെ ഒടുവിൽ ഇതെല്ലാം കഴിഞ്ഞു, ഈ പുരുഷമൊക്കെ കഴിഞ്ഞു. പിന്നെ കിഞ്ചിത് അവേദിഷം, ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് ഉദ്ധിതസ്യ പ്രത്യയദർശനാത്. ഉദ്ധിതൻ ഉണർന്നവന് അറിയുന്നുണ്ട്, ഞാൻ ഇതുവരെ ഒന്നും അറിയാതെ ഉറന്ന കാര്യമല്ലോ എന്ന് അറിയുന്നുണ്ട്. ആ അറിയുന്നത് കൊണ്ട് അനുഭൂയത ഏവ ഇതി ത്രിധാദേഹേ വ്യവസ്ഥിത. അത് നമ്മൾ ദേഹത്തിലിരുന്ന് അറിയുന്നു. ഞാൻ സുഖമായിട്ട് ഉറങ്ങുമായിരുന്നു, ദേഹത്തിലിരുന്നു. അതുകൊണ്ടാണ് ത്രിധാദേഹേ വ്യവസ്ഥിത എന്ന് ഇതിനകത്ത് പറഞ്ഞത്. ഈ എന്താ കാര്യയിൽ പറഞ്ഞിരിക്കുന്നത് നമ്മളൊന്ന് കണ്ടു, അത് ദേഹത്തിലിരുന്ന കാണുന്നു. അതിനെപ്പറ്റി സ്മരിച്ചു, അതും ദേഹത്തിലിരുന്നു. അത് ഉണർന്നു വരുമ്പോൾ ഞാൻ ഉറങ്ങുമായിരുന്നു എന്നറിയുന്നതും ദേഹത്തിലിരുന്നു. അതുകൊണ്ട് ത്രിധാദേഹേ വ്യവസ്ഥിത എന്ന് കാരികാകാരൻ പറയും. ഓം ഭദ്രം കർണേ വിഷ്ണുയാമദേവാ സ്ഥിരൈരംഗൈസ്തുഷ്ടവാൻ സ്വസ്തി ന ഇന്ദ്രോ വൃദ്ധശ്രവാः സ്വസ്തി ന പൂഷാ വിശ്വവേദാः സ്വസ്തി നസ്താക്ഷ്യോ അരിഷ്ടനേമിः സ്വസ്തി നോ ബൃഹസ്പതിർദധാതു. ഓം ശാന്തി ശാന്തി ശാന്തി.